ജോയിസ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും ആദരവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ഈ ചാനലിലൂടെ കടന്നു വരുന്ന ഓരോ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തിന്റെ അനുഗ്രഹത്തിനും വളർച്ചയ്ക്കും അത് മുഖാന്തരമായി തീരുന്നു എന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. അത് അങ്ങനെ തന്നെ ആയി തീരട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതാനുഭവം ഷെയർ ചെയ്യുന്നതിന് കടന്നു വന്നിരിക്കുന്ന സിസ്റ്റർ ദീപ രാജു ഫ്രം കോട്ടയം ചിങ്ങവനം. ആ പ്രിയ കർത്താവിന്റെ ദാസിയെ തന്റെ ജീവിതാനുഭവം ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ജോയിസ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസിയെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? കൃപയാൽ സന്തോഷമായിട്ട്. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ജീവിതാനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സാന്നിധ്യം ഇതുവരെ ഞങ്ങളോട് കൂടെ ഇരുന്ന് കർത്താവ് ഞങ്ങളെ നടത്തി. അപ്പാ, അങ്ങയുടെ സന്നിധാനത്തിനിടെ ഞങ്ങളുടെ ജീവിതകാല അനുഭവങ്ങളെ ഷെയർ ചെയ്യുവാൻ പ്രിയ കർത്താവിന്റെ ദാസി കടന്നു വന്നിരിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ സാന്നിധ്യത്തിനുള്ളിൽ ഇരുത്തിയാട്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിനുള്ളിലാ ഹല്ലേലൂയ തന്റെ ജീവിതാനുഭവം ഷെയർ ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിച്ചാട്ട് കേൾക്കുന്നവർക്ക് അത് അനുഗ്രഹമായി തീരുവാനിടയാക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, കർത്താവിന്റെ ദാസി, ഇനിയുള്ള സമയം ഞാൻ കർത്താവിന്റെ ദാസിക്ക് വേണ്ടി ജീവിതത്തിന്റെ അനുഭവത്തെ ഷെയർ ചെയ്യേണ്ടതിന് നൽകി തരികയാണ്. കർത്താവിന്റെ ദാസി ദൈവനാമത്തിൽ ഉപയോഗിച്ചാട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ആമേൻ. താങ്ക് യു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്റെ പേര് ദീപ രാജു എന്നാണ്. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് കോട്ടയത്ത് ചിങ്ങവനം അടുത്ത് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. എന്റെ സ്വദേശം എറണാകുളം ജില്ലയിലെ ഇലഞ്ഞിയിലാണ്. ഇലഞ്ഞി ഒരു മലയോര പ്രദേശം, ഗ്രാമപ്രദേശമാണ്. അവിടെ എനിക്ക് ഫാദർ, മദർ, ഒരു സഹോദരൻ, ഇത് അടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം. എന്റെ ഫാദർ കുറച്ചു വർഷങ്ങൾക്ക് മുന്നേ മരണപ്പെട്ടു. പിന്നെ എനിക്കിപ്പോ ഉള്ളത് എന്റെ അമ്മ, സഹോദരൻ, വൈഫ്, കുഞ്ഞുങ്ങളൊക്കെയാണ്. അവര് അവിടെ സന്തോഷത്തോടെ തന്നെ താമസിക്കുന്ന ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു എന്റേത്. ഞാൻ പഠിച്ചതും ഒക്കെ അവിടെ ഏലഞ്ഞിയെടുത്ത് നാമക്കുഴി ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് 10ാം ക്ലാസ് വരെ പഠിച്ചത്. പഠനത്തില് നല്ല രീതിയിൽ തന്നെയായിരുന്നു. SLC ഹൈ ഫസ്റ്റ് ക്ലാസ് മേടിച്ചാണ് പാസ്സായത്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഫാമിലി വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാത്ത നല്ല സന്തോഷത്തിന്റെ ഒരു അനുഭവമായിരുന്നു. കൃഷിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എന്റെ ഫാദർ, മദർ ഒക്കെ എന്റെ അച്ഛൻ കള്ളു കുടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ വഴക്കോ ബഹളോ അങ്ങനെയൊന്നുമില്ല. സ്വാഭാവികമായിട്ട് വീട്ടില് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. രണ്ടുപേരും കഷ്ടപ്പെടുന്നു, അധ്വാനിക്കുന്നു. ഞങ്ങളാണെങ്കിലും കൊച്ചുനാളിന് മുതൽ കൃഷിക്കും കാര്യങ്ങൾക്കൊക്കെ കൂടെ പോകും. കൊയ്യാനും മെതിക്കാനും ഞങ്ങൾക്ക് കൃഷി പാട്ടത്തിനൊക്കെ എടുത്ത് ചെയ്യുമായിരുന്നു. പച്ചക്കറി കൃഷി, അങ്ങനെ ആ ഒരു രീതി തന്നെയായിരുന്നു. അതുകൊണ്ട് പഠനത്തിലും ഞാൻ സഹോദരനൊക്കെ നന്നായിട്ട് പഠിക്കുമായിരുന്നു. ഞാൻ പഠിക്കുമായിരുന്നു. SLC കഴിഞ്ഞിട്ട് ഫസ്റ്റ് ക്ലാസ് മേടിച്ച് ഹൈ ഫസ്റ്റ് ക്ലാസ് മേടിച്ചാണ് പാസ് ചെയ്തത്. കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രി സെന്റ് സ്റ്റീഫൻസ് കോളേജ് ഉഴവൂരായിരുന്നു ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചത്. അതിനുശേഷം ഗവൺമെന്റ് ആയിട്ട് ഏറ്റുമാനൂര് 2 വർഷം ഫിറ്റർ കോഴ്സ് പഠിച്ചു. പിന്നീട് ഏറ്റുമാനൂര് തന്നെ ഗവൺമെന്റ് കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് 2 വർഷത്തെ ഡിപ്ലോമ പാസ്സായി. പിന്നീട് ഞാൻ എറണാകുളത്ത് ജോലി ചെയ്യായിരുന്നു. ജോലിയോടനുബന്ധിച്ച് തന്നെ കറസ്പോണ്ടൻസ് ആയിട്ട് ഡിഗ്രി അവിടെ വെച്ചെടുത്തു. പിന്നെ പോളിടെക്നിക്കിൽ ഒരു കോഴ്സ് പഠിച്ചു. അങ്ങനെ വിദ്യാഭ്യാസം ആ സമയത്ത് ട്യൂഷൻ ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. ട്യൂഷൻ പഠിപ്പിക്കുക. എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു PSC ടെസ്റ്റ് എഴുതി ജോലിക്ക് കയറുക, ഒരു ഗവൺമെന്റ് ജോലി അതിനെ ലക്ഷ്യമാക്കിയുള്ള പഠനവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. കുഴപ്പമില്ല, സാധാരണ രീതിയിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ പോകുന്ന അന്തരീക്ഷമായിരുന്നു. ഞങ്ങളുടെ റോമൻ കത്തോലിക്കലായിരുന്നു. അപ്പൊ ആ സ്വാഭാവികമായിട്ട് അവിടെ സൺഡേ സ്കൂൾ പഠനം, നല്ല രീതിയിലുള്ള പഠനം, പള്ളിയിൽ പോവുക, പള്ളിയായിട്ടുള്ള ബന്ധങ്ങള്, പിന്നെ അങ്ങനെ ഒരു നല്ല അന്തരീക്ഷം. ഞങ്ങളുടെ അവിടെ കൂടുതലും റോമൻ കാത്തലിക്സും ഓർത്തഡോക്സുകാരുമാണ്. അപ്പം ഞങ്ങളുടെ ആ ഒരു പ്രദേശത്തിന്റെ പ്രത്യേകത പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാവരും നല്ല സാഹോദര്യത്തിലും ബന്ധത്തിലും സൗഹൃദത്തിലും, എനിക്ക് തോന്നുന്നു എത്ര കിലോമീറ്റർ ഉള്ളിലുള്ള ആൾക്കാരാണെങ്കിലും എല്ലാവരും അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. എല്ലാവരും തമ്മിൽ അവിടെ ഒരു ജാതി, മത, വർണ്ണ വ്യത്യാസമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളുടെ അവിടുത്തെ അമ്പലത്തിലെ ഉത്സവം എന്ന് പറയുന്ന എല്ലാവരുടെ ഉത്സവം, എലഞ്ഞിപ്പള്ളിയിലെ പെരുന്നാൾ എന്ന് പറഞ്ഞ നാനാവിധ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര സാഹോദര്യത്തിലും സൗഹൃദത്തിലും സ്നേഹത്തിലും ഒക്കെയാണ് ഒരു അയൽവക്കം ബന്ധം എന്നൊക്കെ പറയുന്നത്. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അത്രയും നല്ലൊരു ഗ്രാമാന്തരീക്ഷത്തിലായിരുന്നു ഞങ്ങൾ ജീവിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ട് നല്ലൊരു ബന്ധം ഞങ്ങൾക്കുണ്ടായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും സഹകരണവും ബന്ധവും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു അന്തരീക്ഷത്തിൽ ജീവിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ ജീവിതം, മനസ്സെപ്പോഴും അങ്ങനെ ആ ഒരു നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം
ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കോട്ടയില് ധ്യാനം ഒരു ധ്യാനത്തിന്റെ ഞങ്ങൾക്ക് പള്ളിയിൽ നിന്ന് അങ്ങനെ വിട്ടു. അപ്പൊ ഞാൻ പോയി. അവിടെ ചെന്നപ്പോ അതെനിക്കൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആദ്യമായിട്ട് എന്റെ അനുഭവത്തില്. എനിക്ക് കണ്ണിന്റെ ഇവിടെ ഒരു ചെറിയ കുരു ഇങ്ങനെ വളർന്നു വരുന്നുണ്ടായിരുന്നു. അപ്പൊ 2ാമത്തെ ദിവസത്തെ പ്രാർത്ഥനയില് വലിയ മിറക്കൾ അത് ഞാൻ തൊട്ട് നോക്കുമ്പോൾ അത് കാണുന്നില്ല. അപ്പൊ എനിക്കത് കൂടുതലൊരു വിശ്വാസമായി. പിന്നെ അവിടുത്തെ കൗൺസിലിങ്, ആ ഒരാഴ്ചത്തെ അവിടുത്തെ അത് നമ്മുടെ എന്തോ ഒരു ചേഞ്ച് എന്റെ ജീവിതത്തിൽ വരുത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വന്നപ്പോ ഞങ്ങൾക്ക് ഒരു പ്രയർ, ഒരു കൂട്ടായ്മ, അത് ഓർത്തഡോക്സുകാരുണ്ട്, ഹൈന്ദവര്, ക്രിസ്ത്യൻസ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങനെ ഓരോ വീടുകളിൽ പോയി പ്രാർത്ഥിക്കും. ആരെങ്കിലും ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് വിളിക്കും, ഞങ്ങൾ എല്ലാവരും കൂട്ടമായിട്ട് പോകും. അപ്പൊ ഒരു വിഷയം പറയുമ്പോൾ ഞാനൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. അപ്പൊ അങ്ങനെ ഞങ്ങളൊരു കൂട്ടായ്മകൾ ഉണ്ടാക്കി. പിന്നെ കോളേജിലേക്ക് ചെന്നപ്പം അവിടെ ഇങ്ങനെ യൂത്ത് ക്രിസ്ത്യന്റെ ലെവലിലുള്ള ധ്യാനങ്ങള്, അപ്പൊ അതിലൊക്കെ കൂടുതൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ പോവായിരുന്നു. പിന്നെ ആ ഇടയ്ക്ക് ഈ കരിസ്മാറ്റിക് ധ്യാനം ഇഷ്ടം പോലെ അവിടെ ഇങ്ങനെ കാത്തലിക് സ്കൂളുള്ളതുകൊണ്ട് എല്ലാ പള്ളികളും കേന്ദ്രീകരിച്ചുള്ളതുകൊണ്ട് അതിലെല്ലാം പോകും. അങ്ങനെ പോയി യേശുവായിട്ട് അവിടെ എല്ലാം യേശുവിനെയാണ് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ യേശുവിനോട് എനിക്കൊരു നല്ലൊരു ബന്ധം. അവിടെ വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല, പക്ഷെ വചനം കേൾക്കും, യേശു എന്താണ് എന്നുള്ളൊരു യേശുവായിട്ടൊരു ബന്ധം എനിക്കുണ്ടായി. അപ്പൊ ആ സമയത്തൊക്കെ ഇങ്ങനെ ഒരു സ്വപ്നങ്ങൾ കാണുമായിരുന്നു. അത് ദർശനമാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഓരോ സംഭവങ്ങൾ തൊട്ടടുത്ത് വീട്ടിൽ നടക്കുന്ന സംഭവങ്ങള്, കാര്യങ്ങളൊക്കെ അന്നങ്ങനെ കാണുമായിരുന്നു. അപ്പൊ അങ്ങനെ യേശുവിനോടൊരു ബന്ധം അങ്ങനെ ആ രീതിയിൽ അങ്ങനെ വന്നൊരു സമയത്ത് ഞാൻ എറണാകുളത്ത് ജോലി ചെയ്യായിരുന്നു. ഹൈക്കോടതിയിൽ ഒരു സീനിയർ വക്കീലിന്റെ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് വിവാഹാലോചന വന്നത്. അപ്പൊ വന്നത് കോട്ടയത്ത് നിന്നാണ്. അപ്പൊ ഒത്തിരി ദൂരം ഉള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ കൂടുതൽ അന്വേഷിച്ചില്ല. എങ്കിലും നല്ല കുഴപ്പമില്ല, വിവാഹാലോചന കുഴപ്പമില്ല എന്നുള്ളൊരു നിലപാട് വന്നപ്പോൾ അതിന് വീട്ടുകാർ സമ്മതിക്കുകയും വിവാഹ ആലോചന അത് ഡേറ്റ് ഒക്കെ കൺഫേം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് വേറൊരു കല്യാണാലോചന കൂടെ വന്നു. അപ്പൊ ഇത് വേണ്ട എന്ന് പറഞ്ഞ വീട്ടുകാർ ആ വിവാഹാലോചന, അത് ചെറുക്കൻ ഗൾഫിലാണ്, നല്ല ആലോചന. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, ഇത് തന്നെ മതി, ആദ്യം കണ്ടത് ഇതല്ലേ എന്ന് പറഞ്ഞ് ആ ഒരു വാക്ക് പറഞ്ഞ് പിന്നെ ഞാൻ ജോലിക്ക് അങ്ങനെ പോയി. പക്ഷെ ഞങ്ങളുടെ വിവാഹം എന്തുകൊണ്ടോ അത് 6 മാസം പിന്നീട് ഒരു ഗ്യാപ്പ്, ആ വിവാഹത്തിന് 6 മാസം നീട്ടി വെച്ചല്ലേ, ഇത് വേണ്ട എന്ന് പറഞ്ഞ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റിപ്ലൈ ഒന്നും വരാത്തതുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞ പിന്നെ 6 മാസം കഴിഞ്ഞ് പിന്നീട് ഈ വിവാഹാലോചന പിന്നീട് ഒന്നോടെ വന്നു. അപ്പൊ ഡേറ്റ് പെട്ടെന്ന് തീരുമാനിച്ചു. ഒക്ടോബറില് വിവാഹം കഴിഞ്ഞു. 22ാമത്തെ വയസ്സിലായിരുന്നു വിവാഹം എന്ന് പറയുന്നത്. പക്ഷെ വിവാഹത്തിന്റെ എല്ലാവരെയും പോലെ നല്ലൊരു പ്രതീക്ഷയോടെ സന്തോഷത്തോടെ ഒക്കെയാണ് നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് വരുന്നത്. എന്നെ സംബന്ധിച്ച് ഞങ്ങളുടെ ആ പ്രദേശത്ത് ആൾക്കാരൊക്കെ ആയിട്ട് ഒത്തിരി ഇടപഴകുന്നതുകൊണ്ടായിരിക്കാം എല്ലാവരുമായിട്ട് നല്ല സംസാരവും. ഞങ്ങളുടെ വീട് ഇപ്പൊ ഇരിക്കുന്ന സ്ഥലത്ത് അവിടെ എനിക്കൊന്ന് ഹൈന്ദവര്, ക്രിസ്ത്യൻസ് ഒക്കെയാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ ഞങ്ങള് എല്ലാവരും ഒരു വീട്ടിൽ സന്ധ്യക്ക് എല്ലാവരും കൂടെ വരും. അപ്പൊ ഞങ്ങള് കുട്ടികൾ എല്ലാവരും ടെന്നീസ് കളിക്കുന്ന, ചെസ് കളിക്കുന്ന, അപ്പൊ മുതിർന്നവരെല്ലാരും കൂടെ ഇരുന്ന് വർത്താനം പറയുന്ന ആ ഒരു അന്തരീക്ഷം എന്ന് വെച്ചാൽ എല്ലാവരുമായിട്ട് ഭയങ്കര ഒരു അറ്റാച്ച്. അതുകൊണ്ട് സംസാരം നമുക്ക് എല്ലാവരോടും സംസാരിക്കണം, അല്ലൊരു പിണക്കവോ അങ്ങനെയുള്ള ഒരു ഇതൊന്നുമില്ല. സന്തോഷമാണ് ഇവിടെ വന്നിട്ടും നമ്മളെല്ലാവരോടും ഇടപെടുന്ന ഒരു രീതി അങ്ങനെയായിരുന്നു. പക്ഷെ വിവാഹത്തിന്റെ അന്ന് വലിയ സന്തോഷത്തോടെ കൂടെ തന്നെ ഞാൻ വന്നു. പക്ഷെ വിവാഹം കെട്ടിന്റെ സമയത്ത് ഹസ്ബൻഡ് ഇങ്ങനെ ഇടയ്ക്ക് പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകുന്ന ഞാൻ കണ്ടു. അപ്പൊ എന്താ എനിക്കറിയില്ല, ഇടയ്ക്ക് ഇറങ്ങി പോവും, പിന്നെ കയറി വരും. പക്ഷെ അന്നേരം എനിക്ക് ഭയങ്കര മദ്യപിച്ച ഒരു മണം എനിക്ക് ഫീൽ ചെയ്തു, മദ്യത്തിന്റെ. കാരണം എന്റെ വീട്ടില് ഫാദർ മദ്യപിക്കത്തില്ല, ഞങ്ങളുടെ റിലേഷനിലുള്ള ആരും മദ്യപിച്ച ഒരു പ്രോബ്ലം ഞങ്ങളോട് ഉണ്ടാക്കിയതോ വഴക്കുണ്ടാക്കിയതായിട്ട് എന്റെ ഓർമ്മയിലില്ല. ഞങ്ങളുടെ ഒരു അയൽവക്കത്ത് ഒരാളുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഞങ്ങളതിനെ പേടിച്ച് നമുക്ക് അവരോട് സംസാരിക്കാനൊക്കെ ഒരു പേടി. ഇപ്പൊ ഒരു മദ്യപാനിനെ അങ്ങനെ ഒരു രീതിയില്ല. പക്ഷെ ഇങ്ങനെ മദ്യപിച്ചു എന്നുള്ളത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഷോക്കായി. പക്ഷെ കെട്ടിന്റെ സമയത്ത് അദ്ദേഹത്തിന് ബോധം പോലും ഇല്ലാതെ എന്റെ കഴുത്തിലേക്ക് ഇങ്ങനെ കിടന്ന് താലി കിട്ടുന്ന ഒരു അനുഭവം ഉണ്ടായി. അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ ഇവരുടെ ഈ വീട്ടിൽ തന്നെയായിരുന്നു. രാത്രി എല്ലാം കുടിയായിരുന്നു. പിറ്റേ ദിവസം ഒക്കെ മദ്യപിച്ച ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ അതെനിക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ ഒത്തിരി ബുദ്ധിമുട്ട് വന്നു, സംസാരിക്കാൻ ബുദ്ധിമുട്ട് വന്നു. പക്ഷെ ഇവിടുത്തെ അന്തരീക്ഷം തികച്ചും വ്യത്യസ്തമായിരുന്നു. ഒത്തിരി പ്രോബ്ലം. പിന്നെ സ്വാഭാവികമായിട്ട് ഞങ്ങള് നിന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്, പലരിൽ നിന്നും ഇങ്ങനെ അറിഞ്ഞു അദ്ദേഹം നല്ല മദ്യപാനത്തിനൊരു ഉടമയാണ്, ഒത്തിരി മദ്യപിക്കും, ഒത്തിരി ബന്ധങ്ങളുണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഒത്തിരി ഉണ്ട്.
അത് ജീവിതത്തിലൂടെ നമ്മൾ പിന്നെ കാണുകയാണ്. ഓരോ അനുഭവം എന്ന് പറയുന്നത് ഇങ്ങനെ അനുഭവിച്ച് അപ്പൊ എനിക്ക് ഇതുമായിട്ട് അങ്ങ് പൊരുത്തപ്പെടാൻ ഒത്തിരി ബുദ്ധിമുട്ട് തോന്നി. എന്റെ ലക്ഷ്യം നമ്മുടെ വിദ്യാഭ്യാസം കഴിഞ്ഞു ജോലി, നമ്മുടെ സ്വപ്നങ്ങളെല്ലാം ഇല്ലാതാകുന്ന ഒരു അനുഭവം എന്റെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് വന്നു. ഇനി എന്ത് ചെയ്യും, എങ്ങനെ ഈ ദേഹവുമായിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യും, എങ്ങനെ ജീവിക്കും എന്നൊക്കെ ഉള്ള ഒത്തിരി ടെൻഷൻ എന്റെ ജീവിതത്തിൽ പെട്ടെന്ന് വന്നു. പക്ഷെ ഞാൻ വിവാഹം കഴിച്ചു വന്നു കഴിഞ്ഞ ഉടനെ തന്നെ വീട്ടില് ഇവിടെ ഒത്തിരി പ്രോബ്ലംസ് ആയി. സ്ത്രീധനം കുറവാണ് കിട്ടിയത് എന്ന് പറയുന്ന പോലെ സ്വാഭാവികമായിട്ടൊരു കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ തുടങ്ങി. ഞാൻ സ്ത്രീധനം കുറച്ചാണ് വന്നത് എന്നൊക്കെ പറഞ്ഞ് ബഹളം തുടങ്ങി. ഒറ്റ മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട അനുഭവം ഉണ്ടായി ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന്. അപ്പൊ ഞാനും ഹസ്ബൻഡും കൂടെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങള് അദ്ദേഹത്തിന്റെ തന്നെ അങ്കിളിന്റെ വീട്ടിൽ പോയൊരു വീടിന് ചാർട്ടുണ്ട്. അവിടെ ഞങ്ങളിങ്ങനെ ഒരു 1-2 മാസം അവിടെ താമസിച്ചു. അദ്ദേഹത്തിന് അന്നേരം അവിടെ ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു ഓടിക്കാനായിട്ട്. അങ്ങനെ ഓട്ടോ ഓടിച്ചൊക്കെ പോയി. എന്നാലും അദ്ദേഹം അവിടെ ഭയങ്കര കുടിയും കമ്പനിയും ഒക്കെയാണ്. എനിക്ക് ഒട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടറായിരുന്നു. ആരും ഇല്ലാത്ത ഒരു അനുഭവം. എന്റെ വീട്ടിൽ നിന്ന് ആരും സഹകരിക്കാൻ പറ്റത്തില്ല, എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, സാമ്പത്തികം ഇല്ല. അപ്പൊ ഒക്ടോബറിലായിരുന്നു എന്റെ കല്യാണം എന്ന് പറയുന്നത്. നവംബർ ഡിസംബർ ആയപ്പോഴത്തേനും എനിക്ക് അത്യാവശ്യം സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു. സ്വർണം ഞാൻ ജോലി ചെയ്തു എന്റെ വീട്ടുകാരൊക്കെ മേടിച്ചു തന്ന സ്വർണ്ണമായിരുന്നു. അപ്പൊ ഡിസംബറിലായപ്പോഴത്തേനും എന്റെ താലി വരെ വിറ്റുണ്ടായിരുന്നു. കടമാന്നൊക്കെ പറഞ്ഞാണ്. പക്ഷെ ഇവിടെ ഒരു കമ്മലിന്റെ ചെറിയൊരു മുട്ട ഉണ്ടായിരുന്നു, അത് വരെ വിറ്റു. അവസാനം എനിക്കൊരു വെള്ളി കൊലസുണ്ടായിരുന്നു, അതും വിറ്റു. ഒന്നുമല്ലാത്തൊരു ശൂന്യത. അന്നേരം നമുക്ക് ശൂന്യതയാണ്. ഞാൻ എന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് വളരെ നിരാശയോടെ എന്റെ സകല പ്രതീക്ഷകളും സകല സ്വപ്നങ്ങളും എന്റെ എല്ലാം നഷ്ടപ്പെട്ട അപ്പം സ്വാഭാവികമായിട്ട് മനസ്സിന് സന്തോഷമൊക്കെ പോയി. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ദേഹത്തിന്റെ മദ്യപാനം, ഒന്നുമല്ലാത്ത ഒരു അനുഭവം. ഇവര് വീട്ടുകാർ സഹകരിക്കുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങള് അങ്കിളിന്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ഫാദറിനെ കാണുന്നില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഫോൺ വന്നു. ഞങ്ങള് അവിടുന്ന് തിരിച്ച് ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരുമ്പോ ഫാദർ സൂയിസൈഡ് ചെയ്ത ഒരു അനുഭവമാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ അവിടെ ഇല്ലായിരുന്നു. ഫാദർ സൂയിസൈഡ് ചെയ്തു. പിന്നെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇന്നലെ എന്ത് പ്രോബ്ലം ആയിരുന്നു അതിന്റെ ഇരട്ടി പ്രശ്നത്തിലേക്ക് പിന്നെ പോയി. പ്രശ്നം എന്നുള്ള രീതിയിലേക്ക് വിഷയം വന്നു. ഞാൻ വന്നു കയറിയിട്ടാണ് വീട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങിയത് എന്ന് പറഞ്ഞ് അത് സ്വാഭാവികമായിട്ട് ചിന്തിക്കാമല്ലോ. ഒരു വീട്ടിലെ അനുഭവം നമുക്കത് നിരാശപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരിക്കലും ഒരു വ്യക്തികളുടെ പേര് പറഞ്ഞൊന്നും ഞാൻ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. എനിക്ക് പ്രതികരിക്കാൻ പറ്റില്ലായിരുന്നു. എനിക്ക് അതിനുള്ള തന്റെ ഇടം. ഒന്നാമത്തെ കാര്യം, നേരത്തെ മുതല് ഒരാള് വഴക്ക് പറഞ്ഞാൽ ഞാൻ മാറിയിരുന്ന് കരയുമായിരുന്നു. എനിക്ക് എത്രയ്ക്ക് മറുപടി പറയാൻ എനിക്കറിയാം. അത്രയും തന്റെ ഇടമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് കരയും. പേടിയാണ്. ഈ പേടി മീൻസ് അവരോട് അങ്ങനെ വഴക്കിനും, ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കില്ല, അയൽക്കാര് വഴക്കില്ല, നമുക്കങ്ങനെ അങ്ങനെ ഒരു സന്ദർഭത്തില് ഇവരുടെ വീട്ടിൽ നിന്ന് ഒത്തിരി പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി. പിതാവിന്റെ മരണം കൂടെ കഴിഞ്ഞപ്പം ഹസ്ബൻഡിന് ഒത്തിരി അകൽച്ചയായി. ഹസ്ബൻഡ് ഒത്തിരി അകന്നു പോകുന്ന ഒരു ക്യാരക്ടർ കാണിച്ചു. എനിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ, കാരണം പട്ടിണി, കഷ്ടത, ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞ പദങ്ങൾ കൊണ്ട് ഞാൻ അതങ്ങ് പറയാം. എന്നെ അവോയ്ഡ് ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടായി. എനിക്ക് വീട്ടിൽ സ്വാതന്ത്ര്യമില്ല. ഫുഡ് ഉണ്ടാക്കാനോ നല്ലൊരു ഫുഡ് കഴിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ. ആ സമയത്ത് ഞാൻ മൂത്ത കുഞ്ഞിനെ പ്രഗ്നന്റ് ആയി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ എന്റെ കുഞ്ഞിനെ 9 മാസവും പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഒരു നല്ല ഫുഡ് കഴിച്ചതായിട്ട് എന്റെ ഓർമ്മയിലില്ല. വിശക്കുന്ന സമയത്തൊക്കെ വിശന്ന് മുളക് പൊട്ടിച്ചതും അതുമൊക്കെ ഏറ്റവും കൂടുതൽ എന്റെ ഫുഡ് അങ്ങനെ ആയിരുന്നു. നല്ലൊരു ഫുഡ് അദ്ദേഹം കുളി കഴിഞ്ഞിട്ട് മസ്റ്റായിട്ട് കൊണ്ടുവരുന്ന എന്നും ഓരോങ്കിലും അരി കൊണ്ടുവരും, എന്തെങ്കിലും ഒരു കറി വയ്ക്കാൻ കൊണ്ടുവന്നെങ്കിലായി. കാരണം മിക്ക ദിവസം നമ്മളിങ്ങനെ അന്ന് കമ്പനി ജോലി ചെയ്യുന്നുണ്ട്, ഒരു മാറ്റ് കമ്പനി ജോലി ചെയ്യും. നമ്മൾ പ്രതീക്ഷിച്ചിരിക്കും ശനിയാഴ്ച ജോലി കഴിഞ്ഞ് പൈസ കിട്ടുമ്പം കിട്ടും എന്ന് പറഞ്ഞ് തിങ്കളാഴ്ച മുതൽ നമ്മൾ ശനിയാഴ്ച വരെ പ്രതീക്ഷിച്ചിരിക്കും. പക്ഷെ ശനിയാഴ്ച വെറും കൈയോടെ മടങ്ങി വരുന്ന ഒരു അനുഭവമായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നും കാണത്തില്ല. എനിക്ക് വീടിനകത്തുനിന്ന് നല്ലൊരു ഫുഡ് എടുത്ത് കഴിക്കാൻ പറ്റില്ല.
ഇതിലുണ്ടായിരുന്നു. അപ്പം അപ്പൊ നല്ലൊരു ഫുഡ് കഴിക്കാനില്ല, ആരും എന്നെ ഹെൽപ്പ് ചെയ്യാനില്ല. ചുറ്റുപാടുള്ള വീടുകളോ ഇവരുടെ വീട്ടിലെ എതിർപ്പ് കാരണം ആരും സഹകരിക്കത്തില്ല, വീട്ടുകാരോട് സഹകരിക്കത്തില്ല. അപ്പൊ പുറത്തുനിന്ന് ആർക്കും വന്ന് സഹകരിക്കാനോ എനിക്ക് അങ്ങോട്ട് പോകാനോ ശരിക്കും ഒരു തടവറയിൽ കഴിഞ്ഞ പോലെ ഒരു അനുഭവമായിരുന്നു. അദ്ദേഹവും എന്നെ ഇങ്ങനെ കെട്ടിക്കൊണ്ട് വന്നിട്ട് ഇങ്ങനെ വേണമെങ്കിൽ കഴിച്ചോ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ജീവിച്ചോ എന്നുള്ള രീതിയിൽ ഇട്ട ഒരു അനുഭവമായിരുന്നു എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ഈ ഒരു അനുഭവത്തിലൊക്കെ സ്വാഭാവികമായിട്ട് എന്റെ മനസ്സ് എന്തോ ഒരു ഡിപ്രഷൻ മോഡലിലേക്ക്, ആ ഒരു ടെൻഷനിലേക്ക് പോകുന്ന അനുഭവം ഉണ്ടായി. ഒൻപതാം മാസമാണ് എനിക്ക് ഇവിടുന്ന് പോകുന്നത്. അപ്പം എന്റെ അമ്മ വന്ന് എന്നെ കൊണ്ടുപോകാനായിട്ട് വരുന്ന ഒരു അനുഭവം ഞാൻ ഓർക്കുന്നുണ്ട്. അമ്മയെ വീട്ടിലേക്ക് കയറ്റിട്ടില്ല, അമ്മയെ വെളിയിൽ നിർത്തി. അമ്മ വെളിയിൽ നിന്ന് കരയുക, എന്നെ കൊണ്ടുപോകണം, എനിക്ക് വയ്യ, തീരെ വയ്യ. അപ്പം തീരെ വയ്യാതിരുന്നപ്പോഴത്തേന് പിന്നെ അമ്മ തിരിച്ച് വഴിയിലേക്ക് പോയപ്പോ അമ്മയോട് ആരോ പറഞ്ഞു അവളെ ഒന്ന് കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് അമ്മ തിരിച്ചു വന്ന് എന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി മെഡിക്കൽ കോളേജ് ചെന്ന് അഡ്മിറ്റ് ആയി. ഞാൻ അന്ന് തന്നെ എന്റെ മോനെ പ്രസവിക്കുകയാണ് ചെയ്തത്. അപ്പൊ അത്രമാത്രം ആ ഒരു പ്രഗ്നൻസി ടൈം എന്ന് പറയുന്നത് എനിക്കൊരു നല്ല ഫുഡ് കിട്ടിയിട്ടില്ല, മനസ്സമാധാനം കിട്ടിയിട്ടില്ല, ഒത്തിരി പ്രോബ്ലത്തിലൂടെ, ഒത്തിരി. എനിക്ക് വ്യക്തിപരമായി ആരെയും വേദനിപ്പിക്കാനോ ഒന്നുമല്ല, ഞാൻ അനുഭവിച്ച എന്റെ സാക്ഷ്യമാണത്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് 60 ദിവസം കഴിഞ്ഞ് ഞാൻ വന്നിട്ട് പിന്നെ വലിയ പ്രശ്നത്തിലേക്കാണ് പിന്നെ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ചാളെ എന്റെ രണ്ടാമത്തെ മോളെ പ്രഗ്നന്റ് ആയിട്ട് എനിക്കത് ഒത്തിരി ഞാൻ നോക്കി ഇത് എന്തു ചെയ്യും ഈ ഒരു സാഹചര്യത്തിൽ. എനിക്ക് അടുത്ത കുഞ്ഞ് എന്ന് പറയുന്നത് പറ്റത്തില്ല, പക്ഷെ ഒരു സാഹചര്യങ്ങളും ഇല്ലായിരുന്നു. പക്ഷെ ഈ കുഞ്ഞിന്റെ മോളുടെ പ്രസവം എന്നൊക്കെ പറയുന്നത് അതും ഗർഭിണിയായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പൊ ഞാൻ ആ സമയത്ത് വിശപ്പ് അദ്ദേഹത്തിന് എന്നൊരു മദ്യപാനം കൂടി. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എന്നും വഴക്കാണ് കേൾക്കുന്നത്. പുറത്തെ ആൾക്കാർ കേൾക്കുമ്പം എന്നും വഴക്കും ബഹളവും അല്ലാതെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കേൾക്കാനില്ല. അദ്ദേഹം മദ്യപിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. മദ്യപിച്ചു കഴിഞ്ഞാൽ 10 പേര് കെട്ടിയിട്ടാ ഞാൻ കണ്ടിട്ടുണ്ട്. കുടിച്ചു കഴിഞ്ഞിട്ട് വയലന്റ് ആയിട്ട് ഒത്തിരി അവരുടെ സുഹൃത്തുക്കൾ വന്ന് ഒരു മരത്തെ കെട്ടിയിട്ട് കഴിഞ്ഞ് കുടിച്ചു കഴിഞ്ഞ് അദ്ദേഹം വയലന്റ് ആവും. അതുപോലെ തന്നെ എപ്പോഴും ഈ അഴുക്ക് വർത്താനം ചെയിൻ സോങ് പോലെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. മുറിക്കകത്തേക്ക് കയറിയ ഒരു ഭ്രാന്തനെ പോലെ അലറുകയും തുപ്പയും അതിനകത്ത് തന്നെ കിടന്ന് ഒരു മനുഷ്യനും മൈൻഡ് ചെയ്യില്ല. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു ബഹളമോ വഴക്കോ ഒന്നും ഉണ്ടായി എല്ലാവരും കഥ കടച്ച് അവര് സേഫ് ആകും. അവിടെ എന്ത് നടന്നെന്ന് പോലും നോക്കത്തില്ല. പിന്നെ കവലയിൽ നിന്ന് കള്ളു കുടിച്ചിട്ട് തെറി പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആ വരുന്ന വഴിയിൽ വീട്ടുകാർ വാതിലടയ്ക്കുമായിരുന്നു. അത്രയ്ക്കും ഭയങ്കര എന്താ പറയുന്ന ഒരു പ്രശ്നമായിരുന്നു. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അടിക്കണമെങ്കിൽ അടിക്കും. കൊല്ലണമെങ്കിൽ അത്ര ഒരു മൈൻഡാണ് പുള്ളിയുടെ. എല്ലാ പ്രശ്നത്തിനകത്തേക്കും ചെന്ന് ആടും. ഞാൻ കണ്ടിട്ടുണ്ട് വഴി കിടന്ന് അടി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് കയ്യിൽ ഇങ്ങനെ ഒരു കത്തിയോ വടിവാളൊക്കെ ഇട്ട് വെച്ച് പോകുന്ന കണ്ടിട്ടുണ്ട്. എന്തും ചെയ്യാനുള്ളൊരു മൈൻഡ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഭിത്തിയെ കൂടെ കയറി ചവിട്ടിയിട്ട് മുകളിലെ ഫാൻ ഇങ്ങനെ ചവിട്ടി വട്ടം കറക്കി ഒഴിക്കുന്ന ഒരു സംഭവം. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തോ ഒരു ശക്തിയാണ്. ഇപ്പൊ ഞാൻ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇങ്ങനെ പേടിച്ച് വിറച്ച് ഇങ്ങനെ മുറിക്കാത്ത ഒരു മനുഷ്യൻ എന്നെ സഹായിക്കാനില്ല. ഞങ്ങള് എന്താ അവിടെ നടന്നേ, എന്താ ഞങ്ങളെ തല്ലിയാലോ കൊന്നാലോ എന്ത് സംഭവിച്ചാലും ചോദിക്കാൻ ആരുമില്ല. മാനസിക വിഷമങ്ങള് ഒത്തിരി. അപ്പൊ ആ സമയത്ത് ഒരു കുടുംബം, മദ്യപാനിയുടെ കുടുംബം എന്ന് പറയുമ്പോ അറിയാലോ, നമുക്ക് നിരാശയുണ്ട്, പട്ടിണി, അപമാനം, വേദന. എന്നെ സംബന്ധിച്ച് നമ്മൾ ആ ഒരു തലത്തിൽ നിന്ന് വേറൊരു തലത്തിലേക്ക് എടുത്തെറിയപ്പെട്ട ഒരു അനുഭവമാണ്. മരിക്കണോ ജീവിക്കണോ എന്ത്. അതിനിടയ്ക്ക് മൂത്ത കുഞ്ഞിന്റെ അസുഖങ്ങൾ, അവൻ എന്നും പനിയാ. ഇന്ന് നമ്മൾ ആശുപത്രി കൊണ്ടുപോയിട്ട് തിരിച്ചു വന്ന അടുത്ത സെക്കൻഡിൽ അവന് പിന്നെയും കൊണ്ടുപോകും. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് രണ്ടാമത്തെ മോളെ ഞാൻ പ്രഗ്നന്റ് ആയി. അവളെ പ്രസവിച്ച് ഞാൻ ഇവിടെ തന്നെയാണ് കിടന്നത്. കാരണം മൂത്ത കുഞ്ഞിനെ 2.5 വയസ്സുള്ള അവനെ നഴ്സറി വിടേണ്ടതുകൊണ്ട് എന്റെ വീട്ടിലും അങ്ങനെ അവരങ്ങ് കൊണ്ടുപോയില്ല, ഇവിടെ തന്നെ നിന്നു. അപ്പൊ എനിക്ക് 2 കുഞ്ഞുങ്ങളെ എനിക്ക് ആരും നോക്കാനായിട്ടില്ല. അപ്പൊ ഈ പ്രസവിച്ച് കിടക്കുന്നതോടൊപ്പം തന്നെ മൂത്ത കുഞ്ഞിന്റെ കാര്യം നോക്കണം, അതിന് നഴ്സറി വിടണം, ഫുഡ് ഉണ്ടാക്കണം. അദ്ദേഹം ഒന്നും ഹെൽപ്പ് ചെയ്യില്ല. വെളുപ്പിനെ എഴുന്നേറ്റ് ഈ പ്രസവിച്ച് കിടക്കുന്ന ഞാൻ തന്നെ ഫുഡ് ഉണ്ടാക്കി ഇട്ട് വേണം വല്ലതും കഴിക്കാനായിട്ടും ഒക്കെ. മൂത്ത കുഞ്ഞിനെ നഴ്സറി കൊണ്ടുവിടണം. നമ്മൾ ഒത്തിരി ശാരീരികമായും മാനസികമായിട്ട് ഒത്തിരി പ്രശ്നത്തിലൂടെ ഞാൻ കടന്നുപോയി. അപ്പൊ ഈ മോളും വളർന്നു. അവളങ്ങ് ഭയങ്കര വയലന്റ്. അവളുടെ ക്യാരക്ടർ ഒരു വല്ലാത്ത എപ്പോഴും കരച്ചില്. എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒത്തിരി പ്രശ്നങ്ങളിലൂടെ വന്നു. പിന്നെ ഇവർക്ക് ഒരു വയ്യായ്മ വന്നു, ഒരു ശ്വാസമുട്ട്. അപ്പൊ ശ്വാസമുട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കണ്ണൊക്കെ ഒന്ന് കുഴിഞ്ഞ് നെഞ്ചെടുത്ത് ശ്വാസം വിടുമ്പോ ഇദ്ദേഹം കുടിച്ച് മറിഞ്ഞ് അവിടെ കിടക്കും. വിളിച്ചാൽ കേൾക്കില്ല. ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ടൊക്കെ എടുത്ത് ഓടിയിട്ടുണ്ട്. പൈസ ഇല്ല, അതാണ്, ആരും ഹെൽപ്പ് ചെയ്യാനില്ല.
അപ്പൊ അങ്ങനെ ഞാൻ നിന്ന സമയത്ത് ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളാണ്. കാരണം എനിക്കൊക്കെ തോന്നി ഇനി ജീവിച്ചിട്ട് അർത്ഥമില്ല, ജീവിച്ചിട്ട് എന്ത് കാര്യം, ഒരു രീതിയിലും നമുക്കൊന്ന് മുൻപോട്ട് പോകാനുള്ള ഒരു ഇതിൽ ഇവരുടെ വീടിനുള്ളിലെ പ്രശ്നങ്ങൾ, ഒത്തിരി പ്രശ്നങ്ങൾ, വീടിനകത്ത് നമ്മളെ ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങൾ. അപ്പൊ ഞാൻ വന്നിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് ഇവരെന്നെ പഴി പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന് ഒരൊറ്റ പെങ്ങളെ ഉള്ളായിരുന്നു. പെങ്ങളെ വിവാഹം കഴിച്ചയച്ചപ്പോ അവിടെ പ്രശ്നം ഉണ്ടായിട്ട് അവൾ അവിടെ സൂയിസൈഡ് ചെയ്തു. അപ്പം ഈ 2 മരണം ഞാൻ വന്നു ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേനും പ്രശ്നങ്ങൾ ഇരട്ടിയായി. ഇവള് വന്നു കയറിയിട്ടാണ് എന്നുള്ള രീതിയിലേക്ക് വന്നപ്പോൾ കൂടുതൽ വേദനയുടെ അനുഭവത്തിലേക്ക് ഞാൻ കടന്നുപോയി. അപ്പോ ആ സമയത്ത് ഇനി വേണ്ട, ജീവിതം ഞാൻ ഇടയ്ക്ക് പിണങ്ങി എന്റെ വീട്ടിൽ പോയി. പിണങ്ങി മീൻസ് സഹിയിടുമ്പോ എന്റെ വീട്ടിൽ പോയി നിൽക്കും. ഒത്തിരി ക്ഷീണിച്ച്. അപ്പൊ എനിക്ക് അവിടെ സംബന്ധിച്ച് ഞങ്ങളുടെ നാട്ടിൽ ഞാൻ പറഞ്ഞു, എനിക്ക് ഒത്തിരി ട്യൂഷൻ പിള്ളേരുണ്ടായിരുന്നു. അവര് നല്ല നാട്ടുകാര്, സ്നേഹം. ഞാൻ എന്റെ ഷേപ്പ് ഒക്കെ കാണാതെ ഞാൻ സാരിയൊക്കെ പുറച്ചുകൊണ്ട് രാത്രിയിലൊക്കെ കയറിച്ചിരുന്നു. കാരണം എന്റെ ആ ഒരു ഷേപ്പ് നിന്റെ നാട്ടുകാർ കാണണ്ട, പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ട, അവർക്കൊരു ശല്യം ആവണ്ടെന്ന് കരുതി പിന്നെയും ഞാനിങ്ങ് പോരും, പിന്നെയും പോയി നിൽക്കും. അങ്ങനെ ഒരു സ്ഥലത്തും എനിക്ക് നിൽക്കാൻ പറ്റത്. അതിനിടയ്ക്ക് എന്റെ ആങ്ങളെ വിവാഹം കഴിച്ചു. അപ്പൊ പിന്നെ ഞാൻ ചിന്തിച്ചു, അവർക്ക് അതൊരു ബുദ്ധിമുട്ടാവും ഞാൻ പോയി നിൽക്കുന്ന, അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ട, പിന്നെ സഹിച്ച് ഇവിടെ തന്നെ നിന്നു. പിന്നെ ഞാൻ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം? ഡിപ്രഷൻ ആണോ? എനിക്ക് ഉറക്കമില്ലായിരുന്നു. ഇങ്ങനെ രാത്രി കിടക്കും, നേരം വെളുക്കുന്നവരെ കണ്ണു തുറന്ന് ഇങ്ങനെ കിടക്കും, ഉറക്കമില്ല. ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് എന്ത് ചെയ്യും? ഭക്ഷണമില്ല, നല്ലൊരു വസ്ത്രമില്ല, അപമാനം, വേദന, ഇതെല്ലാം കൂടെ ആയപ്പോ ഒറ്റപ്പെടല്, നിരാശ, ഇതെല്ലാം അവഗണന, എന്തൊക്കെ പദം പറയാമോ, ഈ ജീവിത അനുഭവത്തിലൂടെ എല്ലാം കടന്നുപോയി. പക്ഷെ ഈ 2 കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു വീട്ടിൽ ഒരു പ്രയർ നടന്നു, പെന്തക്കോസ്തിന്റെ ഒരു പ്രയർ. അപ്പൊ പ്രയർ നടന്നപ്പം ഞാൻ അവിടെ അവരോട് ചോദിച്ചു ഞാനൊന്ന് വന്നിട്ട്. അന്നേരം അദ്ദേഹം കമ്പനിയിൽ നൈറ്റ് ഷിഫ്റ്റ് ജോലിക്ക് പോയപ്പോ എനിക്ക് ഉള്ള കാര്യം പറയാലോ, പെന്തക്കോസ്തുകാർ എനിക്ക് ഇഷ്ടമല്ല. ഞങ്ങളുടെ നാട്ടിൽ പെന്തക്കോസ്തുകാരില്ല, ഞാൻ കണ്ടിട്ടില്ല, പെന്തക്കോസ്തുകാരെ കണ്ടിട്ടില്ല. കോട്ടയത്ത് വന്നിട്ടാണ് കമ്മലും മാലയിടാത്ത ആൾക്കാരെ കണ്ടപ്പോ ഞാൻ ഓർത്ത്, ഇവരെന്താ സന്യാസമാണോ, ഇവരുടെ ഉദ്ദേശം എന്താ, അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇവരെന്താണ് ഇങ്ങനെ? എനിക്ക് കാരണം ഒരു ഐഡിയ ഇവരെ കുറിച്ചിട്ടില്ല. എന്റെ നാട്ടിൽ ഒരൊറ്റ വ്യക്തിയെ പോലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെ പ്രയർ നടന്നപ്പോ ഞാൻ അതിനിടയ്ക്ക് എന്റെ വീട്ടിൽ വന്ന് എന്റെ ഹസ്ബൻഡിന്റെ ഒരു കസിൻ സിസ്റ്ററും ഹസ്ബൻഡ് അവര് പെന്തക്കോസ്തിലായിരുന്നു, അവര് സുവിശേഷം പറയുമായിരുന്നു. അപ്പൊ ഇടയ്ക്ക് അത് പാസ്റ്റർ, അപ്പൊ അദ്ദേഹം വന്ന് എന്നോട് സുവിശേഷം പറയും. എനിക്കൊരു വലിയ ആശ്വാസം, എന്തോ നമ്മുടെ പ്രശ്നങ്ങളിൽ ഒരു എന്തോ അതിങ്ങനെ സംസാരിക്കുമ്പോഴത്തേനും എനിക്കൊരു വലിയൊരു ആശ്വാസം കിട്ടുമായിരുന്നു. അപ്പൊ അങ്ങനെ പ്രയറിന് പോയി. പ്രയറിന് ചെന്ന് രാത്രി ചെന്നിരുന്നപ്പോഴത്തേനും ആദ്യത്തെ ദിവസം ചെന്നിരുന്നിട്ട് എനിക്കൊരു ഫീലിംഗ് തോന്നില്ല. എന്റെ മൂത്ത കുഞ്ഞും ഇളയ കുഞ്ഞും തമ്മിൽ 1.25 വയസ്സിന് വ്യത്യാസമുള്ളൂ. അപ്പൊ ഒരാള് കരഞ്ഞ അടുത്ത ആളും കരയും. മോൻ അത്രയും പ്രോബ്ലം ഇല്ല, മോള് കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വലുത്. എനിക്ക് കൈമാറി പിടിക്കാൻ ഒരു മനുഷ്യൻ എന്റെ കയ്യിലില്ല. അപ്പൊ ഞാൻ ചെയ്തത് കയ്യേൽ ഇങ്ങനെ ഇവിടെ കിടത്തും, കാലയിൽ മോനെയും കിടത്തിയിട്ട് കൈയും കാലും കൂടെ ഇങ്ങനെ ഒരുപോലെ ആട്ടി ആട്ടി അങ്ങനെ ഈ പ്രയറിനിരുന്നിട്ട് ആദ്യത്തെ ദിവസം എനിക്ക് വലിയ ഫീലിംഗ് തോന്നിയില്ല. ഇവരുടെ പ്രയർ ഭയങ്കര ഒച്ചയും ബഹളവും ഒക്കെ കണ്ടിട്ട്. എന്നാൽ ഞാൻ രാത്രിയിൽ പിറ്റേ ദിവസം ഞാൻ ചെന്നു. പിറ്റേ ദിവസം പകല് ചെന്ന്, അന്ന് പകല ചെന്നിരുന്നത്, വൈകിട്ടും ഞാൻ ചെന്നിരുന്നു. വൈകിട്ടും ഇങ്ങനെ അകത്ത് പ്രയർ നടക്കുമ്പോൾ ഞാൻ ഈ മുറിയുടെ പുറത്ത് ഇങ്ങനെ അകത്തേക്ക് നോക്കി കുഞ്ഞുങ്ങളെ ഒരുപോലെ ആട്ടുകയും ചെയ്യണം, അകത്തേക്കും ശ്രദ്ധിക്കണം. ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പം ഞാൻ ഇങ്ങനെ ചോദിക്കുക, യേശുപ്പ ഇന്നലെ ഞാൻ വന്ന്, ഇന്ന് ഞാൻ 2ാമത്തെ പ്രാവശ്യം എന്നെ കാണുന്നില്ലേ? ഞാൻ ഒറ്റ ചോദിക്കുന്നു, എന്നെ കാണുന്നില്ലേ? ഞാൻ ഇന്നലെ വന്നതാണല്ലോ, എന്നെ കാണുന്നില്ല എന്നൊരു ചോദ്യം ഞാൻ ചോദിക്കുകയും അകത്തുനിന്ന് ആ ദേവദാസൻ പെട്ടെന്നൊരു വാക്ക് കയറി പറയാം, സക്കായി മരത്തിന്റെ മേളിൽ കയറി നിന്നിട്ട് എന്നെ കാണുന്നില്ലേ എന്ന് പറയാതെ ഇന്ന് നിന്നെ കാണാനാ കർത്താവ് വരുന്നത്. അപ്പൊ എന്റെ ചോദ്യം എന്നെ കാണുന്നില്ലേ എന്നാ. കറക്റ്റ് ഇങ്ങോട്ട് ദൈവാത്മാവ് സംസാരിക്കും, എന്നെ കാണുന്നില്ലേ എന്ന് ചോദിക്കാതെ ഞാൻ പെട്ടെന്ന് ചാടി എനിക്ക് ആ മുറിക്കകത്തേക്ക്. എന്നെ കണ്ട ഒരാള്, എനിക്ക് അതാണ് ചിന്ത. ഇതുവരെ എന്നെ മനസ്സിലാക്കാത്ത സാഹചര്യത്തിൽ, ഇതുവരെ എന്നെ കാണാത്ത ഒരു സമൂഹത്തില് നിന്നെ ഞാൻ കാണുന്നെന്ന് പറഞ്ഞ ഒരൊറ്റ വാക്ക് കേട്ടപ്പം ഞാൻ മുറിക്കകത്തേക്ക് ചാടിക്കയറി കുഞ്ഞുങ്ങളെ കൊണ്ട്. അപ്പം അന്ന് വരെ എന്റെ ജീവിതത്തിൽ നടന്ന സകല കാര്യങ്ങളും, ഞാൻ അനുഭവിച്ച സകല കാര്യങ്ങളും ദൈവാത്മാവ് അവിടെ വെളിപ്പെടുത്തി. എന്നോട് ചോദിച്ചു, ഈ ദൈവത്തെ, ഈ യേശുവിനെ രക്ഷകനായി നീ സ്വീകരിക്കാൻ തയ്യാറാണ്? എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. ഞാൻ പക്ഷെ ബൈബിൾ പെട്ടെന്ന് ചാടി എണ്ണിട്ട് പറഞ്ഞു, എന്നെ കണ്ട, എന്റെ പ്രശ്നത്തെ കണ്ട, എന്റെ ജീവിതത്തിൽ ആരും എന്നെ കാണാതെ എന്നെ കണ്ട യേശുവിനെ ഞാൻ രക്ഷകനായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് അന്ന് രാത്രി തന്നെ രക്ഷകനായിട്ട് സ്വീകരിച്ചു. അന്ന് രാത്രി തന്നെ യേശുവിനെ ബൈബിൾ എടുത്ത് രക്ഷകനായിട്ട് സ്വീകരിച്ചു. ഈ ബൈബിൾ എനിക്ക് വായിക്കാൻ അറിയില്ല, ഞങ്ങളുടെ ബൈബിള് വേറൊരു ബൈബിളാണ്. അപ്പൊ
ബൈബിൾ എടുത്തിട്ട് എനിക്ക് അതിനകത്ത് ഒരു വാക്ക് പോലും നന്നായിട്ടൊന്ന് വായിക്കാൻ, തെറ്റുകൂടാതെ വായിക്കാൻ അറിയില്ല. പക്ഷെ ഞാൻ അന്ന് ആ ബൈബിൾ പിടിച്ച് എന്റെ കുഞ്ഞുങ്ങളുമായിട്ട് വീട്ടിലേക്ക് വന്നു. ഈ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാ. കരഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരെ എടുക്കേണ്ട സമയമാണ്. രണ്ടുപേരെ ഇപ്പൊ കേൾക്കാമോ? രണ്ടുപേരെയും കൂടെ ഇപ്പൊ ഒരുമിച്ച് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് പിള്ളേരെ പൊതുകോലക്കകത്ത് കിടത്തിയിട്ട് അപ്പൊ മൂത്ത കുഞ്ഞിന് എനിക്ക് പാലുകൂടി നേരത്തെ നിർത്തിയോണ്ട് അവന് പെട്ടെന്ന് രാത്രിയിലൊക്കെ എഴുന്നേറ്റ് കരയും. അപ്പൊ ഇവൻ എന്നും രാത്രിയിൽ ഇടയ്ക്ക് സമയത്ത് ബിസ്ക്കറ്റും വെള്ളവും കുടിക്കും രാത്രിയിൽ എണീക്കുമ്പോൾ. അപ്പൊ എന്നും രാത്രിയിൽ ഒരു ബിസ്ക്കറ്റ് ഇങ്ങനെ കരുതിയേക്കും. ഞാൻ അന്ന് രാത്രി അത് എടുക്കാൻ മറന്നുപോയി. എടുക്കാൻ പെട്ടെന്ന് റൂം തുറന്ന് ബിസ്ക്കറ്റ് പാത്രം എടുത്തുകൊണ്ട് വന്നപ്പോ എന്നോട് ഉള്ളിൽ ആരാണ്ട് പറഞ്ഞു ആ ബിസ്ക്കറ്റ് പാത്രം അവിടെ വെക്കാൻ പറഞ്ഞു. ഞാൻ കഥയിൽ ഇങ്ങനെ കാലിങ്ങനെ വെച്ച് എൻട്രി ചെയ്യുന്ന സമയത്ത് അപ്പൊ ബിസ്ക്കറ്റ് പാത്രം അങ്ങനെ വെച്ചപ്പോ എന്തോ അങ്ങോട്ട് എഴഞ്ഞു പോകുന്ന പോലെ എനിക്ക് തോന്നി. എഴഞ്ഞു പോകുന്ന പോലെ അങ്ങ് തോന്നി. ഞാൻ ടോർച്ച് എടുത്ത് നോക്കുമ്പോഴത്തേനും ഒരു പാമ്പ്. അപ്പൊ അതായത് ഞാൻ ആ രക്ഷിക്കപ്പെട്ട അന്നത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ആ ബിസ്ക്കറ്റ് പാത്രം വെച്ച് അവിടെ ഇങ്ങനെ നെടുകെ കിടക്കുകയായിരുന്നു ആ പാമ്പ്. അപ്പൊ ഞാൻ കാല് ചവിട്ടുന്നത്, പടിയിൽ നിന്ന് കാലെടുത്ത് ചവിട്ടുന്നത് അതിനകത്തേക്ക്. പക്ഷെ അത് ഞാൻ നോക്കുമ്പോ ആ പാമ്പ് എഴഞ്ഞു പോയി കട്ടിലിന്റെ അടി കിടന്നു. അപ്പൊ എനിക്ക് ഏറ്റവും പേടിയാണ് പാമ്പിന്. പക്ഷെ എനിക്ക് ഈ ബൈബിള് ഞാൻ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, യേശുപ്പാ എനിക്ക് എന്റെ കുഞ്ഞുങ്ങൾ അതിനകത്ത് കിടക്കുന്നു, കരുതണം എന്ന് പറഞ്ഞ് ഈ ബൈബിള് കൈ പിടിച്ചോണ്ട് ഞാൻ കുഞ്ഞുങ്ങളെ രണ്ടുപേരെ അപ്പുറത്തെ മുറി കിടക്കുമ്പോൾ ഈ പാമ്പ് അവിടെ കിടക്കുക. അപ്പൊ തൊട്ടടുത്ത വീട്ടിൽ അവര് വന്ന് തല്ലി കൊന്നപ്പോ ഒരു മൂർഖം പാമ്പ്. അന്നാണ്, അതായത് ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നലെ വരെ നിന്ന പ്രതലത്തിൽ നിന്ന് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നപ്പോ ഞാൻ ഫേസ് ചെയ്ത വിഷയങ്ങൾ അതിനായിട്ട് ഇരട്ടിയായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കാണ് ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നത്. അത് കഴിഞ്ഞ് പ്രശ്നങ്ങൾ വർദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ വല്യപ്പച്ചൻ അന്യ ദൈവത്തെ സേവിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പൊ ഇവരെല്ലാവരും ഇതാണ് കണ്ട് ശീലിച്ചതും വളർന്നതും ഒക്കെ. പള്ളി പോകുമെന്ന് ചോദിച്ചാൽ പള്ളി പോകും, പക്ഷെ ആ ഒരു വിശ്വാസത്തിലാണ് എന്ന് പറഞ്ഞാലും ഇവരെല്ലാവരും കൂടുമ്പോ ഇങ്ങനെ ഒരു ചിന്താഗതി. എന്റെ ഹസ്ബൻഡ് അതിന് അഡിക്റ്റ് ആയിരുന്നു. അദ്ദേഹത്തെ പറഞ്ഞാൽ മതി, അദ്ദേഹം അതിന് അഡിക്റ്റ് ആയിരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു സ്ഥലത്ത് പോയിട്ട് ഈ ഭസ്മ കൊണ്ടുവന്നിട്ട് വീടിന് ചുറ്റും കുഴിച്ചു വെക്കുക, കല്ല് കൊണ്ടുവന്നിട്ട് കുഴിച്ചു വെക്കുക, ഈ ഭസ്മം ഇദ്ദേഹം ഇങ്ങനെ നെറ്റിയെ ചാർത്തുക. ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഞായറാഴ്ച പള്ളി പോകും, നിങ്ങൾ എന്താ കാണിക്കുന്നത്? എന്റെയും ഒരു പ്രാവശ്യം അവിടെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് ഒരു കളം വരച്ചിട്ട് ഒരു സംഭവം പറഞ്ഞു. ഇപ്പൊ ഈ കത്തോലിക്കര് ആ വിചാരം ചെയ്യുന്നതാ പറയുന്നത്. പക്ഷെ ഞാൻ കണ്ടേക്കുന്നത് എപ്പോഴും പറഞ്ഞു, ഈ കത്തോലിക്ക ആയതുകൊണ്ടാ, കത്തോലിക്കരാണ് കൊന്തയും ചൊല്ലി അങ്ങനെ ചെയ്തെന്ന് പറയാം. പക്ഷെ ഞാൻ എപ്പോഴും പറയാം, അവര് റൂട്ട് തെറ്റി ഒരിക്കലും പോയിട്ടില്ല, വേറൊരു കാര്യത്തിന് പോകത്തില്ല. പക്ഷെ ഇങ്ങനെ ഞാനിതിൽ ഞാൻ വിശ്വസിക്കത്തില്ല എന്ന് അന്ന് പറയുമായിരുന്നു. അപ്പൊ ഈ ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ട് അതിന്റെ ഒരു പൈശാചികത ശരിക്കുണ്ട്. അതിൻ്റെതായിരിക്കാം അദ്ദേഹത്തിന്റെ പിതാവ് സൂയിസൈഡ് ചെയ്തു, പെങ്ങള് സൂയിസൈഡ് ചെയ്തു, അങ്ങനെ പ്രോബ്ലംസ് കുടുംബങ്ങളിൽ വർദ്ധിച്ചത്. അപ്പൊ ഈ പാമ്പിനെ കണ്ട അന്ന് ഞാൻ ഇദ്ദേഹത്തോട് പ്രാർത്ഥനയ്ക്ക് പോയെന്നോ രക്ഷിക്കപ്പെട്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ പിന്നീട് മുന്നോട്ട് പോയപ്പോഴത്തേനും ഞാൻ ഇടയ്ക്കൊക്കെ നുണ പറഞ്ഞ് ഒരു പ്രയറിനൊക്കെ പോകാൻ തുടങ്ങി. ഇളയ കുഞ്ഞിനെ കൂടെ നേഴ്സറി വിട്ട്, രണ്ടുപേരും നേഴ്സറി വിട്ട് അല്ലെങ്കിൽ ആശുപത്രി എന്നൊക്കെ പറഞ്ഞ് രണ്ടാമത്തെ കുഞ്ഞുമായിട്ടൊക്കെ ഞാൻ ഇടയ്ക്ക് വെള്ളിയാഴ്ച പ്രയറിനും അതിനൊക്കെ പോയി. ഒരു പ്രാവശ്യം ഞാൻ പ്രയറിന് പോയി എന്ന് അറിഞ്ഞിട്ട്, എന്തൊക്കെ പ്രാർത്ഥനയ്ക്ക് പോയെന്ന് അറിഞ്ഞിട്ട് എന്നെ വെട്ടാനിട്ട് വെട്ടുകത്തിയും കൊണ്ട് ഓടിച്ചിട്ട് എന്നെ കിട്ടാനിട്ടൊരു തടിയുടെ കട്ടില് വെട്ടിയത് ഞാൻ ഓർക്കുന്നുണ്ട്. അത്രയും ദേഷ്യമായിരുന്നു പ്രയറിന് പോയെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രയറിന് പോകാൻ തുടങ്ങി. ഇപ്പൊ ഇന്നത്തെ മൂന്നാമത്തെ കുഞ്ഞിനെ ഞാൻ പ്രഗ്നന്റ് ആയി. ഇവര് 2.5 വയസ്സിന് വ്യത്യാസമുണ്ട് എന്റെ രണ്ടാമത്തെ കുഞ്ഞു മോനുമായിട്ട്. അപ്പൊ ആ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഞാൻ പോകുന്ന ചർച്ചില് 21 days ഫാസ്റ്റിംഗ് പ്രയർ നടക്കുക. അപ്പൊ ഇദ്ദേഹം അറിയാതെയാണ് ഞാൻ ഈ പ്രയറിന് പോകുന്നത്. അത് കഴിഞ്ഞ് അറിഞ്ഞു പ്രയറിന് പോകുന്നതൊക്കെ അദ്ദേഹം അറിഞ്ഞു, വഴക്കുണ്ടാക്കിയെങ്കിലും ഞാൻ പ്രയറിന് പോയിട്ട് ആ 21 days ഞാൻ ഈ 2 കുഞ്ഞുങ്ങളെ കൊണ്ട്, അപ്പൊ ഞാൻ മൂന്നാമത്തെ മോനെ പ്രഗ്നന്റ് ആണ്. എനിക്ക് തോന്നുന്നു 8-9 മാസമായിട്ടുണ്ട്. 9-ാം മാസത്തിലാണ്. അപ്പൊ അവിടെ ഞാൻ ഈ 2 കുഞ്ഞുങ്ങളെ നേഴ്സറിയിലെ സ്കൂളിലൊന്നും വിടാതെ ഞാൻ എല്ലാ ദിവസവും പകൽ ദിവസം കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടും, രാത്രിയിൽ ഈ കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ ചെന്ന് പ്രയറും കഴിഞ്ഞിട്ട് വൈകിട്ട് പോകുന്ന അവസ്ഥയുണ്ടായി. ലാസ്റ്റ് ദിവസമൊക്കെ ഞാൻ അവിടെ കിടന്നു. അപ്പൊ നെക്സ്റ്റ് വീക്ക് എന്റെ ഡെലിവറിയുടെ ടൈമാ. അപ്പൊ ആ ഒരു സമയം എന്ന് പറയുന്നത്, മൂന്നാമത്തെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഹസ്ബൻഡിന്റെ ക്യാരക്ടറിന് വ്യത്യാസമൊന്നുമില്ല, വീട്ടിലെ അന്തരീക്ഷത്തിന് വ്യത്യാസമൊന്നുമില്ല, എന്റെ ജീവിത സാഹചര്യങ്ങൾക്ക് വ്യത്യാസമൊന്നുമില്ല. ഈ പറയുന്ന ഒത്തിരി അനുഭവങ്ങൾ കൂടിയതല്ലാതെ, തീച്ചുകളുടെ അനുഭവങ്ങൾ കൂടിയെന്നല്ലാതെ പ്രശ്നങ്ങൾക്ക് കുറവൊന്നും വന്നില്ല, വ്യത്യാസങ്ങളൊന്നും വന്നില്ല. അനുഭവങ്ങളൊക്കെ കൂടി തന്നെയായിരുന്നു. പിന്നെ
ആ സമയം 21 days ഞാൻ ഫാസ്റ്റിംഗ് പ്രയർ കഴിഞ്ഞിട്ട് നേരെ ഹോസ്പിറ്റലിൽ ചെന്ന് എന്റെ മോനെ പ്രസവിക്കുകയായിരുന്നു ചെയ്തത്. വേറെ ഒരു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അതിനകത്ത് ഏറ്റവും വലുത് ഞങ്ങളുടെ കൂടെ ആരും ഇല്ല എന്നുള്ളത്. ഞാനും ഹസ്ബൻഡും ഉണ്ട്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്ന ഇവിടുന്ന് ഈ 2 കുഞ്ഞുങ്ങളെയായിട്ട് പോകാൻ, ഞാൻ ഡെലിവറി കഴിഞ്ഞ് ഞങ്ങൾ 3 ദിവസം കഴിഞ്ഞിട്ട് എന്റെ വീട്ടിലേക്ക് വരിക. പക്ഷെ ആരും നോക്കാനില്ല. അന്ന് നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കുന്ന ഒരു അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞാൻ ഈ 2 കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കി പ്രസവിച്ച് കിടക്കുകയാണ്. ആര് ഹെൽപ്പിനില്ല എങ്കിലും സ്വന്തമായ കാര്യങ്ങളൊക്കെ ചെയ്തു. അന്നേരം അദ്ദേഹം ജോലിക്ക് പോകും, അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തു വരും എന്നുള്ളതുള്ളൂ. അപ്പൊ ഞാൻ യേശുവായിട്ട് കൂടുതൽ ഒരു അനുഭവത്തിലേക്ക് വന്നു. എന്നാൽ പ്രശ്നങ്ങള് വേറൊരു ലെവലിലേക്ക് വർദ്ധിക്കാൻ തുടങ്ങി. അന്ന് വരെ നിന്നിരുന്ന പ്രശ്നത്തിന്റെ തലത്തിൽ നിന്ന് ആത്മീയതയിലേക്ക് ഞാൻ എടുത്തപ്പോൾ പ്രശ്നങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങി. ഞാൻ എന്ന് പറഞ്ഞ പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞ, പിന്നീട് പാമ്പെന്ന് പറയുന്നത് സ്ഥിരം ഒരു സംഭവമായി. ഞാൻ അടുക്കളയിൽ ചെന്ന് അവിടെ കാണും, പാത്രം എടുക്കാൻ ഷെൽഫിൽ നോക്കി കഴിഞ്ഞാൽ പാത്രത്തിന്റെ ഇടയ്ക്ക് പാമ്പുണ്ടാവും. വാതില് കുറ്റി തുറക്കാൻ നോക്കിക്കഴിഞ്ഞാൽ വാതിലിന്റെ കഥയിൽ ഇങ്ങനെ പാമ്പ് വളഞ്ഞു കിടക്കും. എന്നെ കൊന്നു അവസാനം ഞാൻ ഒരു വടി ഇങ്ങനെ കിച്ചണിൽ വെച്ച് നോക്കും. എപ്പോ ചെന്നാലും പാമ്പുണ്ട് എന്നുള്ളൊരു മൈൻഡ് എന്റെ ഉള്ളിലേക്ക് വന്നു. ഞാൻ കിടക്കുന്ന കട്ടിലേല്, അതുപോലെ ഞാൻ ഇരിക്കുന്ന ഇടത്തേക്ക് വലിയ മരം ഇങ്ങനെ മറിഞ്ഞു വീഴും. അപ്പൊ എനിക്ക് മനസ്സിലായി എന്നെ അപായപ്പെടുത്താനായിട്ട് ഏത് രീതിയിലും അപായപ്പെടുത്തുക എന്നുള്ളൊരു അനുഭവത്തിലേക്ക് വന്നു. ഒത്തിരി പ്രശ്നം. പിന്നീട് വേറൊരു തലത്തിലേക്കാണ് ഞാൻ പ്രശ്നം ആത്മീയതയിലേക്ക് വന്നപ്പോ ഫേസ് ചെയ്യേണ്ടി വന്നത് ആ പറമ്പില്. അപ്പൊ അങ്ങനെ നിന്നു. എന്നാലും ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇടയ്ക്കൊക്കെ പോകും, ദൈവദാസന്മാരെ കാണും, പ്രാർത്ഥിക്കും. എന്നാൽ ഇദ്ദേഹത്തിന് പെട്ടെന്ന് ഒത്തിരി പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് എപ്പോഴും ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു. സൂയിസൈഡ് അറ്റംപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ കിണറ്റിലേക്ക് നിന്ന് ചാടാൻ നോക്കുക, റെയിൽവേ ട്രാക്കിലേക്ക് ഓടുക, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇതിന് മുന്നേ ഒരു കാര്യം ഞാൻ പറയാം. എന്റെ കുഞ്ഞ് 3ാമത്തെ കുഞ്ഞു ആയിക്കഴിഞ്ഞു. ഈ പ്രശ്നത്തിന് ഞാൻ പറഞ്ഞു വ്യത്യാസം ഒന്നും ഉണ്ടായില്ല. എന്റെ തലം വേറെ തലത്തിലേക്ക് പോയി ഇച്ചിരി കൂടുതൽ ലെവലിലേക്ക് കൂടി, ടീച്ചറുടെ അനുഭവം കൂടി എന്ന് പറഞ്ഞാലേ അന്നേരം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അനുഭവം. പക്ഷെ അന്നേരമൊക്കെ എനിക്ക് വചനം വായിക്കാൻ തുടങ്ങി, ബൈബിളിലെ വചനം വായിക്കാൻ തുടങ്ങി, വചനം വായിച്ച് മനസ്സിലാകാൻ തുടങ്ങി. ദൈവം ഇങ്ങനെ എന്റെ ചെവിയിൽ ഇങ്ങനെ വചനം പറയുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ ഈ പ്രശ്നം കൂടി വന്നപ്പം ഇവിടെ നിൽക്കാൻ പറ്റാത്ത അനുഭവമാണ് എനിക്ക്. പിന്നെ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അനുഭവം. അപ്പം ഞാൻ ചിന്തിച്ചു ഇനി മരിക്കാം, അല്ലെങ്കിൽ മരണത്തെ കുറിച്ചുള്ള ചിന്ത അല്ല ഞാൻ പറയുന്നത്, ജീവിക്കാൻ പറ്റത്തില്ല. കാരണം എന്റെ വീട്ടിലേക്ക് പോകാൻ പറ്റത്തില്ല. ഇദ്ദേഹം ഒത്തിരി പ്രശ്നത്തിലേക്ക് വന്നു. വീടിനുള്ളിലുള്ളവരും എനിക്ക് ഒത്തിരി പ്രശ്നം വന്നപ്പം ഒരു രീതിയിലും എനിക്ക് നിൽക്കാൻ പറ്റാത്ത അനുഭവം വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു ഇനി കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ. അതിന് മുന്നേ ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് ഒരു ദിവസം അദ്ദേഹം കുടിച്ചു കഴിഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടായപ്പോൾ എന്റെ ഒരു 50 രൂപയുണ്ട്. 50 രൂപയായിട്ട് ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സിൽ അദ്ദേഹത്തിന്റെ മാതാവിനെ കാവലിരുത്തിയേക്കോ ഞങ്ങളെ നോക്കാനായിട്ട്. അപ്പൊ ആ ഇട്ടിരുന്ന ഡ്രസ്സുമായിട്ട് ഞാൻ ഓടി അവിടുന്ന് ഒരു 6 മണിക്ക് ബസ്സുണ്ട്. നല്ല മഴ. എന്റെ കുഞ്ഞുങ്ങളും എന്റെ കൂടെ ഓടി വന്നു. ഞങ്ങൾ 4 പേരും കൂടെ ആ ബസ്സിൽ കയറി ഓടി രക്ഷപ്പെടും. അവിടുന്ന് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇനി രക്ഷപ്പെട്ടു പോകാന്നുള്ളൊരു അനുഭവം ഉള്ളായിരുന്നു. ആകെ എന്റെ 50 രൂപയുള്ളൂ. കോട്ടയം സ്റ്റാൻഡിൽ ചെന്നിറങ്ങി. അപ്പൊ എന്റെ റിലേറ്റീവിന്റെ വീട് അവിടെ അടുത്തുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, അന്ന് ഈ കോയിനിട്ട് വിളിക്കുന്ന ഒരു ബോക്സാ. ഞാൻ അവരോട് പറഞ്ഞു, മോനെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, ഞാൻ അങ്ങോട്ടൊന്ന് വരട്ടെ. ഇപ്പം വരാൻ പറഞ്ഞു. ഞാൻ ആ വീട്ടിൽ അന്ന് രാത്രി എന്റെ കുഞ്ഞുങ്ങളുമായിട്ട് കിടന്നു. എന്റെ റിലേഷനുള്ള ഒരു ആങ്ങളയുടെ വൈഫിന്റെ വീടാണ്, അവരവിടെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസമായപ്പം അന്ന് രാത്രിയിൽ എന്നെ കാണാതായപ്പോ ഇവരെല്ലായിടത്തും അന്വേഷിക്കാൻ തുടങ്ങി. അവിടെ ഇവിടെ എല്ലാം ചോദിച്ച് എന്റെ വീട്ടിലേക്ക് വിളിച്ചപ്പോ ഞാൻ അവിടെ ചെന്നിട്ടില്ല. ഇവിടെ വന്നപ്പോ ഇവർക്ക് അന്നേരമാണ് എന്റെ ആങ്ങളമാരും ഇവരെല്ലാം വിളിച്ച് ഇങ്ങോട്ട് ഭീഷണി അങ്ങോട്ട് ഭീഷണി, അതായി ഇതായി ബഹളമായി. ഞാൻ എവിടാന്ന് ആർക്കും അറിയില്ല. അപ്പൊ ഞാൻ നിന്ന വീട്ടിൽ പറഞ്ഞു ആരോടും പറയരുത് ഞാൻ എവിടെ വന്നേക്കുന്നത്, ഇനി ഞാൻ വേണ്ട, ഞാൻ തിരിച്ച് അങ്ങോട്ട് പോകുന്നില്ല, സഹി കെട്ട് ഞാൻ വന്നാന്ന് പറഞ്ഞു. പക്ഷെ പിറ്റേ ദിവസം എനിക്ക് തോന്നി നമ്മൾ അവർക്കൊരു ബുദ്ധിമുട്ടാവരുത്, നമുക്ക് അവർക്കൊരു പ്രശ്നം ആകരുത്. അപ്പൊ ഇനി ഞാൻ രാവിലെ അവിടെ നിന്ന് ബൈ പറഞ്ഞ് ഞാൻ എന്റെ കുഞ്ഞുങ്ങളായിട്ട് ഇറങ്ങിയിട്ട് ഞാൻ ഏറ്റവും സ്റ്റാൻഡിൽ വന്നിട്ട് റെയിൽവേ ട്രാക്ക് ലക്ഷ്യമാക്കി നടന്നു. ഇനി വേണ്ട, ഇനി ജീവിതം ഇതുകൊണ്ട് മടുത്തു എന്ന് പറഞ്ഞു നിൽക്കും. പക്ഷെ അവിടെ വെച്ച് എന്റെ വീട്ടിലേക്ക് ഞാനിന്ന് ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പം എന്റെ വീട്ടിൽ അച്ഛന് ടെൻഷൻ കിടക്കുന്നു, അമ്മ ടെൻഷനായിട്ട് കിടന്നു. അപ്പൊ അവര് പറഞ്ഞു, നീ എവിടെ ഉണ്ടെങ്കിലും വാ, ഞങ്ങൾ നിന്നെ കൊണ്ടുവന്നോളാം, നീ പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് ചെന്നു. പക്ഷെ അന്ന് എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞത്, ദൈവത്തിന്റെ ഒരു സാന്നിധ്യം, ദൈവം എന്നോട് ഇങ്ങനെ ഒരു ഇഷ്ടം എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്, യേശുവിന്റെ ഒരു സ്നേഹം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ആ വീട്ടിൽ ചെന്നിട്ട് അന്ന് തന്നെ അദ്ദേഹം അവിടെ വന്നു കേട്ടോ. എന്നിട്ട് രാത്രി വന്നു. ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, അദ്ദേഹം എത്ര കള്ള് കുടിച്ചാലും ഞാൻ വഴക്കുണ്ടാക്കിയാലും അദ്ദേഹം വന്നൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചിങ്ങോട്ട് പോരും. ഞങ്ങൾക്ക് പിണങ്ങിയിരിക്കാനോ വഴക്കുണ്ടാക്കി മാറി നിൽക്കാനോ ബന്ധം പിരിയാനോ ഒന്നും ഒരിക്കലും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. എത്ര വഴക്കുണ്ടാക്കി ഞാൻ പിണങ്ങി പോയാലും ശേഷം അതൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അന്നേരം പുറകെ പോരുകയും ചെയ്യും. അദ്ദേഹത്തെ വേറെ ആരും ഒന്നും വഴക്ക് പറയാൻ എന്റെ വീട്ടില് ഞാൻ എന്തെങ്കിലും പറയും, പക്ഷെ എന്റെ അമ്മയോ ആങ്ങളെ ആരും അദ്ദേഹത്തെ പറയാൻ ഞാനിട്ട് സമ്മതിക്കത്തുമില്ലായിരുന്നു. അങ്ങനായിരുന്നു.
അതുകൊണ്ട് തന്നെ ഒരിക്കലും എന്റെ വീട്ടിൽ നിന്ന് ഒരു മുഖം മുഷിഞ്ഞ് അച്ഛനോട് ആരും സംസാരിച്ചിട്ടില്ല. അപ്പൊ അന്ന് രാത്രി വന്നു കഴിഞ്ഞപ്പോ പക്ഷെ ഞാൻ അന്ന് ഒരു തീരുമാനം എടുത്തു. ബൈബിൾ എടുത്തിട്ട് ഞാൻ പറഞ്ഞു, യേശു ഇനി ഞാൻ ആ കൃഷിയിലേക്ക് പോകണമെങ്കിൽ, വീട്ടിലേക്ക് പോകണമെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തില്, ദൈവം പറഞ്ഞിട്ടല്ലാതെ ഞാൻ പോകില്ല. ഇദ്ദേഹത്തിന് ഒരു മാനസാന്തരത്തിന്റെ അനുഭവം ഉണ്ടാകാതെ ഞാൻ പോവില്ല എന്നൊരു തീരുമാനം അവിടെ വെച്ചെടുത്തു. എന്നാൽ അന്ന് കുടിച്ചിട്ട് ഞാൻ കേൾക്കുന്നുണ്ട്, താഴത്തെ വഴി കിടന്ന് അലറി കരയുന്ന കേൾക്കുന്നുണ്ട്. ഇവിടുന്ന് ഉരുണ്ട് വീണ് പുള്ളി താഴത്തേക്ക് വഴിയിലേക്ക് വീണോ അതൊക്കെ ഞാൻ കാണുന്നുണ്ട്. അവിടെ കിടന്ന് കാർന്ന് ഒച്ചയായിട്ട് എന്റെ ആങ്ങളെയൊക്കെ ഓടിച്ചെന്നപ്പോ ഇങ്ങനെ ഒച്ചത്തി കാറും, ഇനി ഞാൻ കുടിക്കത്തില്ലേ എന്ന് പറഞ്ഞ ഒച്ചത്തി കിടന്ന് കാറുന്നുണ്ട്. അന്നേരം പറയുന്നത്, വയറ്റിൽ നിന്ന് തീപ്പന്തം ഇങ്ങനെ വയറ്റിനകത്ത് കേറിയിട്ട് പുള്ളിക്ക് കിടക്കാൻ പറ്റത്തില്ല, തീ വയറ്റിനകത്തേക്ക് ഇറങ്ങുവാന്നാ പറയുന്നത്. പക്ഷെ അന്ന് രാത്രിയിൽ അദ്ദേഹം കുടി നിർത്തിയിട്ട് വീട്ടിൽ വന്നു. ബൈബിൾ എടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നു. പിറ്റേ ഒരു സൺഡേയിലായിരുന്നു തോന്നുന്നു. ഞങ്ങള് എന്നോട് പറഞ്ഞു പ്രാർത്ഥനയ്ക്ക് വരാം. അപ്പൊ ഈ ഞങ്ങളുടെ വീട്ടിലെ മരണങ്ങള്, പ്രശ്നങ്ങളൊക്കെ ഇദ്ദേഹത്തെ വല്ലാതെ ഓലച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛന്റെ ചേട്ടന്റെ മോൻ നല്ല പ്രായത്തിൽ മരിച്ചു. അങ്ങനെ കുടുംബങ്ങളിലെ മരണം, തുടർമാനമുണ്ടായുള്ള മരണമൊക്കെ ഇദ്ദേഹത്തെ ഒത്തിരി ടെൻഷനായിരുന്നു, ഒത്തിരി ചിന്തിപ്പിച്ചു. പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, അദ്ദേഹം കുടിക്കുമായിരുന്നെങ്കിൽ ഉള്ളു നല്ലതായിരുന്നു കേട്ടോ. നല്ല മനസ്സിനൊരു ഉടമയായിരുന്നു. ഏത് മനുഷ്യനെ ഹെൽപ്പ് ചെയ്യാനും, ആരോടൊരു വേറെ ഒരു വഴക്കോ ബഹളോ ഒന്നും ഉണ്ടാകത്തില്ല, ഹെൽപ്പ് ചെയ്യാനും ഒക്കെ നല്ലൊരു മനുഷ്യനായിരുന്നു. അപ്പൊ ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് വന്നു. തിരിച്ചു വന്നിട്ട് പതിയെ പ്രാർത്ഥനയ്ക്ക് പോകാനായിട്ട് പോകാൻ തുടങ്ങിയപ്പം പോകുന്ന വഴിക്കും ഞാൻ തലേ ദിവസം മുതൽ അതിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങും. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല, വഴക്കുണ്ടാക്കാനുള്ള വിഷയങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല, സംസാരിക്കത്തില്ല. കാരണം വയലന്റ് ആയ പുള്ളി വരത്തില്ല. അപ്പൊ അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കളിപ്പാട്ടൊക്കെ കൊണ്ടുപോയി, പലഹാരമൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ അത് സെറ്റ് ചെയ്ത് ഇദ്ദേഹമായിട്ട് ഒന്നൊരു ഡിസ്റ്റർബൻസ് ഉണ്ട്. പക്ഷെ പോകുന്ന വഴിക്ക് ശംഭു, തുളസി, സകല സാധനങ്ങൾ പോകുന്ന വഴിക്ക് എല്ലാം ഉപയോഗിച്ചോണ്ടായി ചർച്ചിലേക്ക് പോകുന്നത്. ചർച്ചിന്റെ ഭാഗത്ത് ചെല്ലുമ്പോൾ ഇതെല്ലാം മാറ്റിക്കളെ. 10 മണിക്ക് ആരാധനയ്ക്ക് കയറി 1/2 മണിക്കൂർ ഇരിക്കത്തുള്ളൂ. പിന്നെ ഒരു വെരിവ് പോലെയാണ് പുള്ളിക്ക്, ഭയങ്കര ഇതാ. പിള്ളേരെ വിളിച്ചിട്ട് നമുക്ക് പോകാന്ന് പറഞ്ഞ വിഷയം ഉണ്ടാക്കുക. എന്നിട്ടും നമ്മളത് സഹിച്ചു നിന്നു. ഞാൻ പറഞ്ഞതിന്റെ കാര്യം, അതായത് നേടാൻ വേണ്ടി നമ്മൾ ഇറങ്ങുന്ന അനുഭവം, അതായത് ഏതൊക്കെ രീതിയിലേക്ക് ഇറങ്ങാൻ പറ്റും. ഇന്നൊരു കാര്യം പറയാനുണ്ടെങ്കിൽ ആ ഒരു വിഷയം ഞാൻ പിന്നീട് സംസാരിക്കും, സാഹചര്യം നോക്കി. കാരണം ചർച്ചിൽ പോവുക എന്ന് പറയുന്നത്, കൊണ്ടുപോകുക എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യമായിരുന്നു. എന്നാൽ ഹൃദയാൽ അദ്ദേഹം പതിയെ വരെയും 2011 ഞങ്ങൾ ഒരുമിച്ച് സ്നാനപ്പെടുവാൻ ഇടയായി തീർന്നു. സ്നാനപ്പെട്ടതെന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്നാനമൊക്കെ ഭയങ്കര ഒരു അതിശയമായിരുന്നു. ദൈവം നടത്തി എല്ലാ കാര്യങ്ങളും നടത്തി. ആ സ്നാനത്തിന് അതിനു മുന്നേ ഞങ്ങൾ പോയ ചർച്ചിൽ സ്നാനപ്പെടണമെന്ന് അദ്ദേഹം അങ്ങോട്ട് ആവശ്യപ്പെട്ടപ്പോൾ ആ ദേവദാസൻ പറഞ്ഞു, ഞാനൊന്ന് ആലോചിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നാൽ അദ്ദേഹം പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം. ഞങ്ങൾ അങ്ങനെ വേറൊരു ചർച്ചിൽ പോയി സ്നാനപ്പെട്ടു. അപ്പം ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോ തന്നെ പല പാസ്റ്റേഴ്സ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇവൻ വിശ്വാസത്തിൽ പോയി നന്നാകാനാണോ, ചർച്ചിനും കൂടെ നാണക്കേടാന്ന് പറഞ്ഞ് ഞങ്ങളെ കളിയാക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഞാൻ വചനം പഠിക്കാനായിട്ടൊരു ദേവദാസിന്റെ അടുത്ത് ചെന്നു, 2 കുഞ്ഞുങ്ങളെ നഴ്സറി വിട്ടിട്ട്. അപ്പൊ ഞാൻ ചെല്ലുമ്പോഴൊക്കെ ഇദ്ദേഹം ഓരോ കാര്യം പറഞ്ഞ് എന്നെ ഒഴിവാക്കി വിടും. അടുത്ത ആഴ്ച ആവട്ടെ, അല്ലെ ഫാസ്റ്റിംഗ് പ്രയർ കഴിയട്ടെ, അങ്ങനെ പറയും. അപ്പൊ വേറൊരു സഹോദരൻ ഈ ഫാസ്റ്റ് പറഞ്ഞ്, ഇവളൊക്കെ പഠിപ്പിച്ചിട്ട് എന്തോ കാര്യത്തിനോ വരാനാണോ, ആ കുടുംബം രക്ഷപ്പെടാനാണോ എന്നൊക്കെ പറയുന്ന ഒരു അനുഭവം ഉണ്ടായി. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാ രീതിയിൽ നിന്നും അവഗണന ഒത്തിരി പേരിൽ നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷെ ദൈവം കൃപയാലും നിർത്തി. അത് കഴിഞ്ഞ് അദ്ദേഹവും വിശ്വാസത്തിൽ വന്നു, സ്നാനപ്പെട്ട് എനിക്ക് വലിയ സാക്ഷ്യം പറയാനുള്ളത് ഇന്ന് ഈ നിമിഷം വരെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അന്ന് ഈ അഴുക്ക് വർത്താനം കൊണ്ട് ചെയിൻ സോങ് നടത്തിയിരുന്ന മനുഷ്യനെ, പക്ഷെ ഒരു വാക്കുപോലും അനാവശ്യം ഇന്ന് വരെ ഈ സമയം വരെ പറഞ്ഞ് പിന്നീട് ആ നാളിൽ നിന്ന് വരുന്നത് ഞാൻ കേട്ടിട്ടില്ല. സ്നാനത്തോടു കൂടെ തന്നെ ദൈവം വലിയൊരു അത്ഭുതം പ്രിയപ്പെട്ടവന്റെ ജീവിതത്തിൽ ചെയ്തു. തുടർന്ന് ഞങ്ങൾക്ക് ആ സ്നാനം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ഓട്ടോറിക്ഷ എടുത്ത് യേശു രക്ഷ എന്ന ഓട്ടോയുടെ പേര്. അപ്പൊ പിന്നെ ഓട്ടോ ഓടിക്കാൻ തുടങ്ങി. ഓട്ടോ ഓടിച്ച് സ്നാനപ്പെട്ട് കഴിഞ്ഞൊരു പ്രോബ്ലം ഉണ്ടായി. സ്നാനം കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ സ്നാനം എന്നൊക്കെ പറയുന്നത് ഭയങ്കര, സ്നാനത്തിന് മുന്നേ ഒത്തിരി പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോയത്. കുടുംബത്തിലൊക്കെ ഒത്തിരി വിഷയങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളൊരു ഫാസ്റ്റിംഗ് പ്രയർ വെച്ചിട്ട് ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രയർ വെക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ ദിവസം, ആദ്യത്തെ ദിവസം കുഴപ്പമില്ല, രണ്ടാമത്തെ ദിവസമായപ്പോ ആ പ്രയർ തടസ്സപ്പെട്ടു, കണ്ടിന്യൂ ചെയ്തില്ല. രണ്ടാമത്തെ പ്രാവശ്യം ഒരു ദേവദാസം വന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഇദ്ദേഹത്തിന്റെ തലയിൽ കൈവയ്ക്കുകയും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, കാലം കൊണ്ട് തൊഴിച്ച് ആ ദേവദാസനെ തൊഴിക്കുന്ന കണ്ടു. പക്ഷെ
അവതം പ്രാർത്ഥിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ ശക്തിയൊക്കെ ഇളകുന്നു. ഞാനും എന്റെ കുഞ്ഞുങ്ങളും ഈ അലർച്ച കേട്ടിട്ട് ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടു. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ പൈശാചിക ശക്തി ഇളകുന്നത് കാണുന്നത്. ഞാനും പിള്ളേർ ഓടി അപ്പുറത്തെ മുറി പോയിരുന്നു. കാർച്ചയും അലർച്ചയും അമർച്ചയും ഒക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അന്ന് ബന്ധനം കഴിഞ്ഞു. അങ്ങനെ ഒത്തിരി ഒത്തിരി സ്വാതന്ത്ര്യം പ്രാപിച്ചു. അത് കഴിഞ്ഞിട്ടാണ് സ്നാനപ്പെട്ടത്. സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട് ഞങ്ങള് വീട്ടിലൊക്കെ വീട്ടുകാരൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായി. കാരണം അവര് ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന കൊണ്ടായിരിക്കാം അതിൻ്റെതായ പാരമ്പര്യത്തിൽ നിന്നൊക്കെ ഇങ്ങനെ കെട്ടയച്ച് കൊണ്ടുവരുമ്പോൾ ഒരു പ്രശ്നമുണ്ടല്ലോ. അതിനകത്ത് വിളിച്ചപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. ഒറ്റപ്പെടല് കൂടുതല്. ഞങ്ങളെ രണ്ടുപേരും കൂടെ ഇറങ്ങിയപ്പോഴത്തേനും ഒത്തിരി വേദനകൾ ഉണ്ടായി, ഒറ്റപ്പെടലുകൾ ഉണ്ടായി. എന്നാൽ അദ്ദേഹം നല്ല സ്ട്രോങ് ആയിട്ട് നിന്നു. പിന്നെ ഞങ്ങള് സ്നാനപ്പെട്ട് കഴിഞ്ഞ് ഓട്ടോറിക്ഷ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ സന്തോഷത്തോടെ പോകുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് ചിക്കൻ ബോക്സ് വന്നു. ചിക്കൻ ബോക്സ് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ചിക്കൻ ബോക്സ് ഉണ്ടായി, കുഞ്ഞിനുണ്ടായി. ഒരു മനുഷ്യൻ ഞങ്ങളോട് സഹകരിക്കത്തില്ല. ഒന്നുമില്ലാത്തൊരു അനുഭവം. ചിക്കൻ ബോക്സ് കഴിഞ്ഞ്, സാധാരണ ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ സഹകരിക്കത്തില്ലല്ലോ, ആരും ഞങ്ങളുടെ വീട്ടിലേക്ക് വരാതെ. ഈ ചിക്കൻ ബോക്സ് അങ്ങ് കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തിന് മഞ്ഞപ്പിത്തം വന്നു. അപ്പൊ ആകെ വരുമാനം അദ്ദേഹത്തിൽ നിന്നായിരുന്നു. എനിക്ക് കുഞ്ഞുങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ചിക്കൻ ബോക്സ്. ഇപ്പൊ പട്ടിണി എന്ന് പറഞ്ഞ ഈ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഞങ്ങളുടെ ആദ്യ നാളുകളിൽ ഞങ്ങൾ അനുഭവിച്ചു. ഞങ്ങൾക്ക് വീട്ടിൽ വെള്ളം പിടിക്കുന്ന ഒരു വീപ്പ ഉണ്ടായിരുന്നു. അദ്ദേഹം ആ വീപ്പ കൊണ്ട് വിറ്റിട്ട് 20 രൂപയ്ക്ക് എന്റെ കുഞ്ഞുങ്ങൾക്ക് ബിസ്ക്കറ്റ് മേടിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. ഒത്തിരി കഷ്ടത ആ സമയത്തൊക്കെ ഞങ്ങൾ അനുഭവിച്ചു. എന്നാലും ഞങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു. യേശു, കാരണം ഞങ്ങള് 5 പേരും ആത്മഹത്യ ചെയ്തിരുന്ന സമയത്ത് കർത്താവ് ഞങ്ങളെ വിടുവിച്ചു, ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം തന്നു. അതുകൊണ്ട് കർത്താവിനോട് ഞങ്ങൾക്ക് ഒരു പ്രത്യേക ബന്ധം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബൈബിൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. വീട്ടില് ഒരു ചർച്ചുമായിട്ട് ഞങ്ങൾ കമ്മിറ്റി ചെയ്തിട്ട് അവര് വന്ന് വീട്ടിൽ ബൈബിൾ ക്ലാസ് എല്ലാ ട്യൂസ്ഡേയിൽ ബൈബിൾ ക്ലാസ് തുടങ്ങി. അങ്ങനെ 3 വർഷം ഞങ്ങൾ വീട് ബൈബിൾ ക്ലാസ് പഠനത്തിനായിട്ട് വീട് തുറന്നു കൊടുത്തു. അനേകർ വന്ന് പഠിക്കാൻ തുടങ്ങി, അധ്യാപകർ വരാൻ തുടങ്ങി, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അധ്യാപകർ വരാൻ തുടങ്ങി. അപ്പൊ അതൊരു ബൈബിൾ സ്റ്റഡി എന്ന് പറയാൻ പറ്റില്ല. പലരും വന്ന് വിടുതലുകൾ, ആ ബൈബിൾ ക്ലാസ്സില് വചന ശുശ്രൂഷയിൽ അനേകർ വന്ന് വിടുതൽ പ്രാപിക്കുന്നു, ഭൂതങ്ങൾ അലർന്നു, രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ ചോദിച്ചും കണ്ടു വരാൻ. ഇപ്പൊ ഞങ്ങൾക്ക് ഇല്ലായ്മയല്ല. അദ്ദേഹം ഓട്ടോറിക്ഷ ഓടിക്കും. ആ കിട്ടുന്ന വരുമാനം കൊണ്ട് രാവിലത്തെ ഒരു ഓട്ടോ ഓടിയിട്ട് എന്തെങ്കിലും എനിക്ക് കറി വയ്ക്കാൻ, പിള്ളേരെ രാവിലെ സ്കൂളിൽ വിടും, എന്തെങ്കിലും ഒരു മെഴുക്കുവരട്ടി ചോറ് എന്തെങ്കിലും ഉണ്ടാക്കി ഞാൻ പിള്ളേരെ വിട്ടിട്ടാണ് 11:30 ക്ലാസ് തുടങ്ങുന്നതിന് ഇപ്പുറം വരുന്ന ദൈവദാസന്മാർക്കും ദൈവമക്കൾ എത്രയാണ് അവർക്കൊക്കെ ഫുഡ് കരുതണം. അപ്പൊ ആദ്യം ഒരു ഓട്ടം ഓടാൻ പോയിട്ട് കൊണ്ടുവന്ന് എന്തെങ്കിലും മീൻ മേടിച്ചോളൂ. ഞാൻ പെട്ടെന്ന് അത് കറി വയ്ക്കുമ്പോൾ അടുത്ത ഓട്ടം പോയിട്ട് എന്തെങ്കിലും തോരനുള്ള കൊണ്ടുവരും. അത് കൊണ്ടുവന്ന് എന്തായാലും 11:30 ആകുമ്പോൾ വരുന്ന ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കുള്ള എല്ലാ ദൈവം ഞങ്ങളുടെ കാര്യങ്ങളിൽ തരും. ദൈവദാസനുള്ള വണ്ടിക്കൂലി ഞങ്ങൾ കൊടുക്കും. അങ്ങനെ 3 വർഷം ആ ബൈബിൾ ക്ലാസ് അവിടെ തുടങ്ങി. ബൈബിൾ ക്ലാസ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് വന്നിട്ട് ഇരിക്കാൻ ഇടയില്ലാത്ത രീതിയിൽ ആള് വരാൻ തുടങ്ങി. ഇപ്പൊ ഞങ്ങളെ വീടിന്റെ ഒരു ഇടഭിത്തി, ഞങ്ങളുടെ സിറ്റ് ഔട്ടും ഒരു റൂം കൂടെ. അപ്പൊ ഇടഭിത്തി എനിക്ക് എപ്പോഴും ആഗ്രഹമായിരുന്നു അതൊരു ഹോളാക്കണം. പക്ഷെ അത് സാധിക്കത്തില്ല. അങ്ങനെ നോക്കിയാൽ ഞങ്ങൾ ഇങ്ങനെ അവിടെ ഭിത്തിയെ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ഹാളാക്കി എടുക്കണം, അങ്ങനെ ഒരു ഹാളാക്കണം. പക്ഷെ അന്ന് ഞങ്ങള് ഈ ഹാള് എന്തായാലും തീരുമാനിച്ച ആൾക്കാർ വരാൻ തുടങ്ങി. ഒരു ബൈബിൾ സ്റ്റഡിക്കല്ലേ, ഇപ്പൊ നമുക്കൊരു നീട്ടി എടുക്കാന്നുള്ള തീരുമാനം വന്ന അന്ന് ഞങ്ങളിത് പൊട്ടിക്കാൻ തുടങ്ങിയെന്നാണ് എന്റെ മൂത്ത മോന് ഒരു പനി. ആ പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 2 ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് 106 ഡിഗ്രി പനിയിൽ നിന്ന് ഇവന് അല്പം പോലും പനി കുറയുന്നില്ല. അടുത്ത് ESIക്ക് റെഫർ ചെയ്തു. ഇവന് ഒരുപോലെ ഡിസെൻട്രിയും വോമിറ്റിങ്ങും എല്ലാം ലൂസ് മോഷൻ എല്ലാം വരാൻ തുടങ്ങി. ഡോക്ടർമാര് എല്ലാം ചെയ്തിട്ട് ഇവന്റെ പനി ആ 1 ഡിഗ്രി പോലും കുറയുന്നില്ല. അപ്പൊ ഞാൻ ആ മോനിങ്ങനെ ശരിക്കും തളർന്നു കിടക്കുമ്പോൾ ഞാൻ അവനെ കൊണ്ട് തീരുമാനം എടുപ്പിച്ചു, മോനെ നമ്മുടെ വീട്ടിലൊരു പ്രധാന ചടങ്ങ് നടക്കാൻ പോയി. നമ്മൾ ആ ഹാള് വിളിച്ചു, അതൊരു ചർച്ചിന് അല്ലെങ്കിൽ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയാണ്. അപ്പൊ നാളെ സൺഡേ, നമ്മൾ ഇന്ന് വരെ ആരാധന മുടങ്ങിയിട്ടില്ല. നീ ദൈവസന്നിധി പ്രാർത്ഥിക്കുക, നാളെ ആരാധന മുടങ്ങാൻ പറ്റില്ല. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് എന്നെ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുഞ്ഞിനോട് അവൻ പറഞ്ഞു കൊടുത്തപ്പോ അതുപോലെ അവൻ യേശുവിന് സമർപ്പിച്ച് അവനങ്ങനെ പറഞ്ഞു. ഞങ്ങൾ ESIയിലേക്ക് റെഫർ ചെയ്ത് ESI ചെന്നൊരു പാരസിറ്റാമോളിന്റെ മുറി കൊടുത്തപ്പോ കുഞ്ഞിന്റെ പനി മാറി, ഒരു കുഴപ്പമില്ലാതെ അവന് സൗഖ്യം കിട്ടി. ഞങ്ങൾ തിരിച്ച് അന്നേരം തന്നെ ഓട്ടോയിൽ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ സ്ഥലത്ത് വന്നിട്ട് കൊട്ടയും മമ്മട്ടിയും തൂമ്പായും എല്ലാം മേടിച്ച് അന്ന് രാത്രി തന്നെ ഇടഭിത്തി പൊളിച്ച് ഞങ്ങളതൊരു ഹാളാക്കി. അതിന്റെ രാത്രി തന്നെ അതിന്റെ പണി തുടങ്ങി. അപ്പൊ ഞങ്ങളോട് പലരും ആലോചന പറയുന്നു അവിടെ ഒരു ആരാധന വെളിപ്പെടും. അപ്പൊ ഞങ്ങൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അവിടെ ഒരു ആരാധന. ബൈബിൾ ക്ലാസ് ഓക്കെ, പക്ഷെ പ്രിയപ്പെട്ടവരെ അത് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് ഈ ക്ലാസ് കഴിഞ്ഞു ഞങ്ങളുടെ ഗ്രാജുവേഷൻ സർവീസ് അവിടെ വെച്ച് തന്നെയാണ് നടത്തിയത്. പല ദൈവദാസന്മാരും കയറി ഇറങ്ങി വരാൻ തുടങ്ങി, ദൈവമക്കൾ വരാൻ തുടങ്ങി. അവിടെ ആരാധന
ഫ്രൈഡേ തേഴ്സ്ഡേ പ്രയർ തുടങ്ങി, അത് മന്ത്ലി പ്രയർ തുടങ്ങി, ഫാസ്റ്റിംഗ് പ്രയർ ആയി. പല ദേവദാസന്മാർ വന്ന്, അപ്പൊ അന്നൊക്കെ എന്നോട് പല ദൈവാലോചന ഉണ്ടായിരുന്നു. ഇവിടെ അനേക ദേവദാസന്മാർ വന്ന് വിശ്രമിക്കും, അനേക വിടുതൽ. അപ്പൊ അതൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അന്ന് നമ്മുടെ വിശ്വാസത്തിൽ വന്നതിന്റെ ലക്ഷ്യം എന്താ? എന്റെ ഹസ്ബൻഡിന്റെ വെള്ളവടി മാറണം, സമാധാനമായിട്ട് ഉറക്കം കിട്ടണം, അല്പം മാന്യത, നല്ല ഭക്ഷണം, വസ്ത്രം, ഇതൊക്കെയാണ് ആഗ്രഹിച്ചത്. പക്ഷെ ഞാൻ ഇപ്പൊ ചിന്തിച്ച് ഞാൻ പറയാ, നമ്മൾ എന്താ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ദൈവം ചെയ്തു തരുന്ന ചോദിക്കുന്ന വിഷയമുണ്ട്, അത് കർത്താവ് ചെയ്യും. നനയ്ക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ചിന്തിക്കുന്ന വിഷയം, അതിലും മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. രണ്ട് വിഷയത്തിലും, നമ്മൾ ചോദിക്കുന്ന വിഷയത്തിലും നമ്മൾ നനയ്ക്കുന്ന വിഷയത്തിലും അത്യന്തം പരമായി ചെയ്യുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ അനുഭവത്തിലൂടെ കടന്നു വന്നു പ്രിയപ്പെട്ടവരപ്പം. ഞാൻ അന്നൊക്കെ ഒരു കാര്യം കൂടെ പുറകോട്ട് കാര്യം പറയാം. ആ വിശ്വാസത്തിലേക്ക് വന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ നിലവിളിച്ച് കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, യേശുപ്പാ എന്തിനാണ് ഇങ്ങനെ ഒരു ദേശത്തേക്ക് എന്നെ വിട്ടത്? എന്തിന്? ഞാൻ ഇത്രയും നീച സ്ത്രീയാണ്. ഇന്നൊരു ചോദ്യം തന്നെ ഞാൻ കർത്താവിനോട് ചോദിച്ചത്, ഇത്രയും ഞാൻ നീച സ്ത്രീയാണോ? എന്നെ എന്തിനാണ് ഈ പ്രശ്നത്തിലൂടെ, ഈ നിന്ദയ്ക്കും വേദനയ്ക്കും അപമാനത്തിനും, ഈ പറയുന്ന പോലെ യേശു കർത്താവിന് മറിയ ഉദരത്തിൽ ചുമന്നപ്പോ തന്നെ നിന്നയുടെ വാക്കുകൾ കേട്ടു, അപമാനത്തിന് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ദൈവസന്നിധിയിലേക്ക് ഒരു ചുവട് വെച്ചതേ ഒന്ന് സഭ അവിടെ ഉണ്ടാവണം. ഒത്തിരി പ്രശ്നമാണ്, പ്രതീക്ഷിക്കാത്ത 5 വീടിന്റെ നടുക്കാണ് ഞങ്ങളുടെ വീട്. അപ്പം ചേട്ടനിമാര് 5 വീടിന്റെ നടുക്ക് ഞങ്ങളുടെ വീട്. അപ്പൊ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊന്ന് ഓർത്ത് നോക്കി. അപ്പൊ ഇങ്ങനെയൊക്കെ ഒത്തിരി നിലവിളിച്ച് എന്തിനാണ് എന്നെ ഈ വഴിയിലൂടെ കൊണ്ടുവന്നത്, എന്തിനാണ് ഈ ദേശത്തേക്ക് ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് എന്നെയൊക്കെ എടുത്തിട്ടെന്നൊക്കെ ഒത്തിരി ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ അന്ന് ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഞങ്ങളുടെ ചർച്ച് ബൈബിൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ ഒരു ആരാധന സ്റ്റാർട്ട് ചെയ്യാൻ ഇടയായി തീർന്നു. ദൈവാലോചന പ്രകാരം ഉണ്ടായിരുന്നു. അവിടെ ഒരു ദേവദാസനെ വെച്ച് ഞങ്ങൾ 1.5-2 വർഷം ആരാധന നടത്തി. അപ്പൊ ഞാനും പ്രിയപ്പെട്ടവനും വിവിധ ബൈബിൾ കോളേജുകളിൽ പഠിക്കാൻ പോയി. ഞാൻ പല സ്ഥലത്ത് മാലിക്കരെ പോയി, പിന്നെ കൗൺസിലിങ്ങിന് പഠിച്ചു, DTH, CTH, DTH, പിന്നെ BTH എടുത്തു. ഇപ്പൊ ഞാൻ ഓൾറെഡി MDU പഠിക്കുന്നുണ്ട്. പറഞ്ഞതിന്റെ കാര്യം, ദൈവം ഞങ്ങളെ അതിനകത്തോടെ ഈ ശോധനയിലൂടെ കൊണ്ടുവന്നു. അങ്ങനെ വീട്ടില് ആരാധന സ്റ്റാർട്ട് ചെയ്തു. 2 വർഷം കഴിഞ്ഞപ്പോ അദ്ദേഹം കർത്താവിന്റെ വേല ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി. ആ ദേശത്തു നിന്ന് തന്നെ അനേകരെ ദൈവം ഞങ്ങൾക്ക് ഹൈന്ദവരായിട്ടിരുന്നു പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവം ഞങ്ങൾക്ക് ദർശനം തന്നു. 1 വർഷം ആരും വന്നില്ല. അപ്പൊ അദ്ദേഹം പറയായിരുന്നു, നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ ജീവിതമൊക്കെ അറിയാം, അതുകൊണ്ട് ആരെങ്കിലും ഇവിടെ വരുവോ എന്നൊക്കെ ചോദിക്കുന്ന അനുഭവം ഉണ്ടായി. എന്നാൽ ദൈവം ഓരോ സ്ഥലത്തേക്ക് ഞങ്ങളെ അയച്ച് ആത്മാക്കളെ തരാൻ തുടങ്ങി. അതുപോലെ ഞങ്ങളുടെ ദേശത്ത് ഞങ്ങൾ 2 വർഷം 4 ദിവസം വീതം കൺവെൻഷൻ നടത്തി. ആ കൺവെൻഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഒരു സാമ്പത്തികമില്ല, നല്ല പ്രഗത്ഭരായ ദേവദാസന്മാർ സുവിശേഷ പ്രസംഗം തന്നെ ഞങ്ങളുടെ ദേശത്ത് 2 വർഷം നടത്തി. നല്ല ആളുകൾ വന്നു. അതോടുകൂടിയൊക്കെ ദേശത്ത് എനിക്ക് ഉറച്ച വിശ്വാസമാണ്, ഈ ബൈബിൾ ക്ലാസ്സും സുവിശേഷ പ്രഭാഷണവും ഒക്കെ ദേശത്ത് വലിയ ഇളക്കങ്ങൾ ദൈവം പ്രവർത്തി ചെയ്തു. പ്രിയപ്പെട്ടവരെ, എന്റെ വാക്കുകൾ ഞാനിതാ പറയുന്നത്, ദൈവം നമ്മളെ ചില വഴികളിലൂടെ കടത്തി വിടുമ്പോൾ നമ്മൾ തകർക്കാനല്ല, ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ജീവിതത്തിലെ കഷ്ടതയുടെ അനുഭവം ഞാൻ വിശ്വസിക്കുന്നു, കഷ്ടതയുടെ അനുഭവത്തിലൂടെ കടത്തി വിടുന്നത് നമ്മളെ ഉരച്ച് മിനുക്കി എടുത്ത് ദൈവത്തിന് ഉപയോഗിക്കാൻ. അപ്പൊ കഷ്ടത ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ജഡസ്വഭാവത്തിൽ നമ്മൾ അതിനെ കാണാതെ ദൈവ സ്വഭാവത്തിൽ കാണണം. എന്തിനാണ് ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളെ കടത്തിവിട്ടത്? ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഒരു സഹോദരി എന്ന നിലയ്ക്ക് പറയാ, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ, കർത്താവ് നമ്മളെ കണ്ടതാണോ? നമ്മൾ തളർന്നു പോകരുത്. ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ കടന്നു വന്നാലും ഞാൻ ഉറച്ചു വിശ്വസിച്ചു, ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ കൈ പിടിക്കുന്നതിന് മുമ്പ് എന്റെ കർത്താവിന്റെ കരം പിടിച്ച് കർത്താവിനോട് ഞാൻ ഉടമ്പടി ചെയ്ത ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ദൈവം ഒരിക്കലും കൈവിടില്ല. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ കർത്താവ് നമ്മളെ കൈവിടത്തില്ല. ഏത് വിഷയത്തിലൂടെ കടന്നു വന്നാലും ഞാൻ എന്റെ ഒരു മെസ്സേജിൽ ഒരു ചിന്തയുണ്ട്, യേശു ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ യേശുവിന് ഒരു വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മളെ ഒരു ദേശത്തേക്ക് അയച്ചാൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ദൈവത്തിന് ഒരു ഉദ്ദേശം. പ്രശ്നങ്ങളിലൂടെ കടത്തി വിടുമ്പോഴും ദൈവം നമ്മളെ കൈവിടുന്ന ദൈവമല്ല. പറയുന്നതിന്റെ സാരം, ഇന്ന് ഞങ്ങൾക്ക് ദേശത്ത് സഭ ദൈവം തന്നു. ഞങ്ങൾ അഗാപ്പെ ഗോസ്പൽ മിഷൻ ചർച്ചിനോട് കൂടിയുള്ള പ്രവർത്തനം 6 വർഷമായി. ഈ ദേശത്ത് തന്നെ കർത്താവിന്റെ വേല, അദ്ദേഹം ചർച്ച് പാസ്റ്ററാണ്. ഞങ്ങളുടെ സഭയിൽ കുടുംബങ്ങളുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴെന്ന് ഓർത്തെ, ഒരിക്കലും ഒരു യോഗ്യതയും ഒരു മാന്യതയും ഒന്നും ഞങ്ങൾക്ക് പറയാനില്ലായിരുന്നു. ജീവിതത്തിൽ എന്ത് സാഹചര്യം, ഇങ്ങനെ പ്രശ്നങ്ങൾ 1-2 കാര്യത്തിന് വേണ്ടി മാത്രം ദൈവസന്നിധി വന്ന, എന്നാൽ ദൈവം നമ്മളെ കടത്തി വിടുന്ന വഴി, അത് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവം നമ്മളെ നല്ലൊരു ആയുധമാക്കി വിവിധ മേഖലകളിൽ ഉപയോഗിക്കുന്നുള്ളതാണ്. അപ്പൊ ചർച്ചിന്റെ കാര്യങ്ങളായി ഞാനിപ്പോ ചർച്ചിലിരുന്ന് തന്നെയാണ് ഈ ടെസ്റ്റിമണി പറയുന്നത് തന്നെ. അപ്പോൾ ഈ ചർച്ച ഇരിക്കുന്നിടത്ത്, ഞങ്ങളുടെ വീട്ടിലായിരുന്നു ചർച്ച എന്ന് ഞാൻ പറഞ്ഞു. വീട്ടിൽ ആരാധന, ഒരു 3 വർഷം വീട്ടിൽ ആരാധന നടത്തി. അപ്പൊ അദ്ദേഹത്തിന് നേരത്തെ കടമുണ്ടായിരുന്നു, പെങ്ങളെ കെട്ടിച്ച വിഷയത്തിലൊക്കെ കോപ്പറേറ്റീവ് ബാങ്കിൽ കടമുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ജപ്തിയുടെ ഒരു വിഷയം വന്നു, സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു.
അപ്പൊ ഞങ്ങൾക്ക് വേറെ ഒരു നിവൃത്തിയില്ലായിരുന്നു. അങ്ങനെ വീട് വിൽക്കേണ്ടി വന്നു. വീട് വിൽക്കുന്നതിന് മുൻപ് തന്നെ ചർച്ച് ഞങ്ങൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തായിരുന്നു. ചർച്ച് ഇവിടെ ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഞങ്ങളോട് ഒരു ദേവാസന ആലോചന പറഞ്ഞു. ഇവിടുത്തെ ആരാധന, നമ്മുടെ വീട്ടിൽ ആരാധന ഇരിക്കും പറഞ്ഞു, ഈ ആരാധന ഒരു 2ാം നിലയുടെ മുകളിലേക്ക് മാറ്റും. അപ്പൊ ഞങ്ങൾ നോക്കിയിട്ട് ഒരു സ്ഥലം ഞങ്ങൾ സ്വപ്നത്തിൽ പോലും ഇല്ല. പക്ഷെ ഇവിടെ ഈ വീട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു റിലേഷനുള്ള വീടാണ്. ഇതിന്റെ അടിയിൽ മുകളിൽ ഇങ്ങനെ ഒരു ഹോളായിട്ട് കിടക്കുക. അപ്പൊ ഈ ആന്റിയുടെ കൂടെ ഒരു ദിവസം വന്നപ്പോ ഞാൻ റബ്ബർ ഷീറ്റും ഒക്കെ ഇടുന്ന ഒരു വരെയായിരുന്നു. ഇത് ഓരോ രീതിയിലൊന്നും ഉപയോഗിക്കാതെ ഇങ്ങനെ വേസ്റ്റ് ഒക്കെ ഇട്ടുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇപ്പൊ ആന്റിയുടെ കൂടെ ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോ വന്നപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞു, ഈശോപ്പ ഇതൊരു ചർച്ച് ഹാളാണല്ലോ, ഇത് കിട്ടുവാണെങ്കിൽ ഞങ്ങൾ ഇവിടെ ഒരു ആരാധന നടക്കും, ഇവിടെ ആത്മാക്കളെ കൊണ്ട് നിറയ്ക്കുക എന്ന് പറഞ്ഞു. ഈ ആന്റി പോയ സമയത്ത് ഇവിടെ നിറയെ പൊടിയാണ്. ഞാൻ ഈ പൊടി മാറ്റിയിട്ട് പേപ്പർ ഇട്ട് ഇവിടെ മുട്ടയെ കുത്തിയിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ഈശോപ്പ ഇത് ഞങ്ങൾക്ക് ഒരു ആലയമായിട്ട് തരണമെന്ന് പറഞ്ഞു. ഒരിക്കലും സാധ്യമല്ല. അദ്ദേഹം ഒരു ഉപദേശിയാണ്, ഫേമസ് ചർച്ചിലെ ഉപദേശിയാണ്. ഒരിക്കലും അത് സാധ്യമല്ല. എന്നാൽ ഒറ്റ മാസം കഴിഞ്ഞപ്പോൾ ദൈവം പ്രവർത്തിച്ചു. ഞങ്ങൾക്ക് ഒരു ബൈബിൾ ക്ലാസ് ഞങ്ങൾ പിന്നെയും കണ്ടിന്യൂസ് ഉണ്ടായിരുന്നു. ആഴ്ചയിൽ 1 ബൈബിൾ ക്ലാസ് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ ഈ സാറ് പറഞ്ഞു, ഒരു കാര്യം ഈ ബൈബിൾ ക്ലാസ് ഇങ്ങോട്ട് നിങ്ങൾ മാറ്റിക്കോ എന്ന് ഞങ്ങളോട് ആദ്യം പറഞ്ഞു. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഞാനും ഹസ്ബൻഡും പിള്ളേരും ഒക്കെ വന്ന് ഇവിടെ എല്ലാം തെളിച്ച് ഞങ്ങൾ 2-3 ദിവസം കൊണ്ട് ഇവിടെ എല്ലാം കഴുകി പെയിന്റ് അടിച്ച് ഇതെല്ലാം ശരിയാക്കി എല്ലാം കഴിഞ്ഞ് ഇവിടെ ക്ലാസ് തുടങ്ങി ഒറ്റ മാസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇവിടേക്ക് ആരാധനയും മാറ്റിക്കോളാൻ പറഞ്ഞു. അദ്ദേഹം തന്നെ അതിനകത്ത് ആ സാറ് തന്നെ മുൻകൈ എടുത്ത് ഇതിന്റെ ഭരണാധികാരികളെ അവരുടെ നേതൃത്വത്തെ കണ്ട് പെർമിഷൻ മേടിച്ച് ഞങ്ങൾക്ക് ചർച്ചിനായിട്ട് ഇത് തന്നു. അപ്പൊ ഞാൻ പറഞ്ഞത്, ദൈവം വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് നമ്മളെ, ഞാൻ പറഞ്ഞ ശോധനയിലൂടെ കടത്തി വിട്ടാലും മുന്നിലെ ചില പ്രതിസന്ധികൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, പുറകിലത്തെ പ്രതിസന്ധി പക്ഷെ ഉയരത്തിൽ ഇരുന്ന് കാണുന്ന ഒരു ദൈവമുണ്ട്. നമ്മളെ കടത്തി വിട്ടിട്ട് ദൈവം നമ്മളെ തകർന്നു പോകാൻ ഒരിക്കലും നമുക്ക് വ്യക്തമായ ലക്ഷ്യം ദൈവത്തിന് നമ്മെ കുറിച്ചുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഈ നമ്മളെ ഈ വിഷയത്തിലൂടെ കടത്തി വിട്ടിട്ട് മൂർച്ചയേറി ഒരു ആയുധമാക്കി മിനുക്കി ശോധനയിലൂടെ കൊണ്ടുവന്നിട്ട് ദൈവത്തിന് ഉപയോഗിക്കേണ്ടവരെ ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെയാ. യാതൊരു യോഗ്യതയോ സ്ഥാനമാനങ്ങളോ ഒന്നും പറയാനില്ലാത്ത മനുഷ്യനെ അവഗണിച്ച ശമരിയാസ്ത്രീയുടെ അനുഭവം അങ്ങനെ, മനുഷ്യൻ മാറ്റി നിർത്തിയ, മനുഷ്യനെ അവഗണിച്ച, പരിഹസിച്ച ആ ശമരിയ സ്ത്രീയെ കൊണ്ട് ദൈവം ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാവരെയും മനുഷ്യൻ എവിടെയൊക്കെ നമ്മൾ അപമാനിക്കുന്നു, എവിടെയൊക്കെ നമ്മൾ മാറ്റി നിർത്തപ്പെടുന്നു, എവിടെയൊക്കെ നമ്മൾ വേദനിക്കപ്പെടുന്നു, അവരെ ദൈവത്തിന് ആവശ്യമുണ്ടെന്നുള്ള നമ്മുടെ ഹൃദയം കാണുന്ന ദൈവമാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കും, മനുഷ്യനല്ല ഹൃദയത്തെ കാണുന്നത്. അപ്പൊ മനുഷ്യനെ വിശുദ്ധ ബൈബിളിലെ ഏറ്റവും നടുവിലത്തെ ഒരു വാചക, മനുഷ്യനെ ആശ്രയിക്കാനാക്കുന്നതിനേക്കാൾ ദൈവത്തിൽ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്നുള്ളത്. എന്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ അതിലൂടെ പഠിച്ചു. അപ്പൊ ഈ ചർച്ചിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി, ഇങ്ങോട്ട് ആരാധന മാറ്റി ഞങ്ങളൊരു ചർച്ചുമായിട്ട് പ്രവർത്തനം തുടങ്ങി, സന്തോഷത്താ പോകുന്നു. ഞാൻ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഞാനന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞങ്ങൾ വീട് വിറ്റിറങ്ങിയപ്പോ നിസ്സാര തുക മാത്രമാണ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത്. അപ്പൊ ഒത്തിരി നമ്മളെന്താ അത്രയും വർഷം അവിടെ താമസിച്ച വീടാ, ശൂന്യതയിലേക്ക് ഒന്നുകൂടെ ശുശ്രൂഷ ഉണ്ടെങ്കിലും ഒന്നുകൂടെ കാലെടുത്ത് വെക്കുക. അപ്പൊ ഇവര് 4 തലമുറ മുന്നേ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഈ വീട് വിറ്റതിനകത്ത് പിന്നെയും വൈരാഗ്യം എന്നോടാ കൂടിയത്. എനിക്ക് സ്വാതന്ത്ര്യത്തിൽ നടക്കാനാണ്, എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം വീട് വിറ്റതാണ്, ആ പറമ്പിൽ നിന്ന് പോകാനാണ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ആരോപണങ്ങൾ അതിനകത്തുണ്ട്. സത്യാവസ്ഥ നമുക്കറിയാം, സാമ്പത്തിക ബുദ്ധിമുട്ട് അതുപോലെ ഉണ്ട്. പക്ഷെ കടമെല്ലാം വീട്ടിട്ട് നിസ്സാരം എണ്ണാവുന്ന തുകയായിട്ട് മാത്രം ഞങ്ങള് കരങ്ങളിൽ പിടിച്ച് 3 കുഞ്ഞുങ്ങളായിട്ട് ഇറങ്ങും. അപ്പൊ ഞാൻ കർത്താവിനോട് അവിടെ വെച്ച് ചോദിച്ചു, ഞങ്ങൾ ഇങ്ങനെ ഒരു സാഹചര്യത്തില് ദൈവാലോചന ഉണ്ടായിരുന്നു, അവിടെ പോകുന്നുണ്ടായിരുന്നു. ഈ 3 കുഞ്ഞുങ്ങൾ പഠിക്കുന്ന, മോൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന, മൂത്ത മോൻ, മോള് 8ല്, ഇളയ മോനെ പഠിക്കുന്നു. അപ്പൊ എന്ത് ഞങ്ങൾ ചെയ്യും, ഒരു വാടക വീടെടുത്താൽ എങ്ങനെ? പക്ഷെ ഒരു ധൈര്യം എനിക്കുണ്ടായിരുന്നു, ഇതുവരെ നടത്തിയ ദൈവം. ഞാൻ ഓർത്ത് ഇന്നലത്തെ പ്രതിസന്ധി, മരണകരമായ അനുഭവത്തിൽ കർത്താവ് വീണ്ടെടുത്ത് ജീവനുള്ള പാറയെ ക്രിസ്തുവിൽ നിർത്തി ആ കർത്താവ് നാളത്തെ നമ്മുടെ പ്രശ്നത്തെയും ഇന്നത്തെ തരണം ചെയ്യാൻ, ഇന്നലത്തെ പ്രശ്നം തരണം ചെയ്യാൻ നാളെയും ദൈവം തരണം ചെയ്യാൻ വിശ്വസ്തനാന്നൊരു വചനം ആ ദൈവം എനിക്കൊരു ഉറപ്പ് നൽകി. ഇറങ്ങിയപ്പോൾ എന്നോട് പരീക്ഷിച്ച് പറഞ്ഞിട്ടുണ്ട്, നീ അലഞ്ഞു തിരിഞ്ഞ് ഇവിടെ വന്ന് ഞങ്ങളുടെ കാല് പിടിക്കുമെന്ന് പറയുന്ന അനുഭവം ഉണ്ടായിരുന്നു. എന്നാലും പ്രിയപ്പെട്ടവര്, ഞങ്ങൾ അവിടുന്ന് വിശ്വാസത്തോടെ ഇറങ്ങി ഒരു വീടിന് ഞങ്ങൾ സെക്യൂരിറ്റി കൊടുത്ത് ഇറങ്ങി. ആ ടൈമിലാണ് കോവിഡിന്റെ ടൈം വരുന്നത്. അപ്പം എന്നോട് അതിനു മുന്നേ ഒരു ദൈവാലോചന ഉണ്ടായിരുന്നു, പത്മോസിന്റെ ഏകാന്തതയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അനുഭവം ഉണ്ടാകും, ആരും അവിടെ കാണത്തില്ല, പക്ഷെ അവിടെ വെച്ച് ദൈവ ശബ്ദം കേൾപ്പിക്കുന്ന ഒരു ആലോചന ഒരു ദൈവാസനയിലൂടെ എന്നോട് പറഞ്ഞു. ഞങ്ങൾ ഞങ്ങളുടെ വീടിന്റെ അടുത്തുനിന്ന് വലിയ വ്യത്യാസം ഇല്ലാതെ ഒരു വീട്ടിലേക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തു. കോവിഡിന്റെ സമയമായിരുന്നു, ഒരു മാർഗവും ഇല്ല, ഞങ്ങൾക്ക് ഒരു കണക്ഷനും ഇല്ല, ഞങ്ങളുടെ ആരും സഹകരിക്കാതായി.
സ്വന്തക്കാരോ ബന്ധുക്കാരോ എല്ലാവരും ഞങ്ങളെ പരിഹസിക്കുന്ന അനുഭവം ഉണ്ടായി. ഉള്ള വീടും വിറ്റിട്ട് നടക്കുന്നു, വിശ്വാസമില്ലാന്ന് പറഞ്ഞ് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള പരിഹാസം ഉണ്ടായിരുന്നു. എന്നാൽ ആ കോവിഡ് കാലത്ത് ദൈവം ഞങ്ങളെ ശ്രേഷ്ഠമായിട്ട് പരിപാലിച്ചു, ഒന്നിനും കുറവില്ലാതെ വണ്ണം. ഞാൻ ഓർക്കുന്നു, ഞാൻ തൊട്ടടുത്തൊരു വീടുണ്ട്. അപ്പൊ എല്ലാരും വീട്ടിൽ ഞാൻ ആ വഴി കൂടെ പോയപ്പോ ഒരു വലിയ വീടാ. ഞാൻ ആ വീട്ടിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, പക്ഷെ ഇവിടെ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി, സത്യമായിട്ട് ഞാൻ പറഞ്ഞ ആ വീട്ടിലേക്ക് നോക്കിയിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ജോലി ഇവിടെ തരുവാണെങ്കിൽ ഞാൻ പൊക്കോളാം. ഇപ്പോഴത്തെ ഈ ശൂന്യത, കോവിഡ് സമയം, അദ്ദേഹത്തിന് ജോലിയില്ല, ഒന്നിനും പോകാൻ പറ്റത്തില്ല, ശുശ്രൂഷ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മള് തുടങ്ങിയ ഒരു ടൈമാ. സഭയിൽ നിന്ന് നമുക്ക് അങ്ങനെയുള്ള ഒരു വരുമാനമില്ല. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോ അവരെന്നോട് ചോദിച്ചു, കുഞ്ഞിന് ട്യൂഷൻ എടുക്കാവോന്ന് ചോദിച്ചു. വിളിച്ചു, മോക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, CBSE ICC ലെവൽസ് പഠിക്കുന്ന, അപ്പൊ ആ കുഞ്ഞിനെ ഞാൻ ട്യൂഷൻ പഠിപ്പിക്കണം, 2 നേരം ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അതിന് ട്യൂഷൻ പഠിപ്പിക്കണം. അങ്ങനെ 2 വർഷം കോവിഡിന്റെ കാലത്ത് ദൈവം ശ്രേഷ്ഠമായിട്ട് പരിപാലിച്ചു. അതിനിടയ്ക്ക് കുഞ്ഞുങ്ങളെ ഞാൻ ഇപ്പൊ പറഞ്ഞതിന്റെ കാര്യം, ആ സമയത്ത് ഒത്തിരി വിഷമങ്ങളിലൂടെ കടന്നുപോയി. ആരും ഞങ്ങളെ വിളിക്കുന്നില്ല, ആരും ഞങ്ങളോട് സഹകരിക്കുന്നില്ല. അതിനിടയിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ അവിടെ വെച്ച് ഈ ദൈവവചനം ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു, ഓൺലൈനൊക്കെ ക്ലാസ് പഠിക്കുന്നുണ്ട്. അപ്പൊ ദൈവത്തോട് കൂടുതൽ എടുക്കുകയും വചനം വായിക്കുകയും ഒക്കെ ചെയ്ത് ഞാൻ എന്നും രാവിലെ ഒരു വോയിസ് മെസ്സേജ് അയച്ചു എല്ലാവർക്കും വോയിസ് അയക്കുമായിരുന്നു, മെസ്സേജ് അയക്കുമായിരുന്നു, വചനം, ദൈവവചനം. അപ്പൊ എല്ലാരും പറഞ്ഞു അത് നല്ലതാ, ശബ്ദം നല്ലതാ. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴത്തേനും ഒരു ദേവദാസൻ എന്നെ ആ കോവിഡ് സമയത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഈ മെസ്സേജ് നമുക്ക് എഡിറ്റ് ചെയ്ത് ചാനലിൽ ഇടാമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ജോയ് പ്രകാശ് എന്ന് പറഞ്ഞൊരു പാസ്റ്ററാണ് ഗുജറാത്തിലുള്ള. അപ്പൊ പാസ്റ്റർ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വോയിസ് മെസ്സേജ്, നമ്മളൊരു വലിയൊരു മെസ്സേജ് ഉണ്ടാക്കിയിട്ട് ഞാനത് ഷോർട്ട് ആക്കി, ആ പകൽ ആ വീട്ടില് കുഞ്ഞിനെ പഠിപ്പിച്ച് കഴിഞ്ഞൊരു വൈകുന്നേരം വന്നിട്ട് വീട്ടു ജോലിയും കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കും. എന്നിട്ടൊരു മെസ്സേജ് ഉണ്ടാക്കിയിട്ട് ആ മെസ്സേജ് ഷോർട്ടാക്കി ഒരു 1:40 ഒരു വോയിസ് മെസ്സേജ് 2 മിനിറ്റ് കൂടാത്ത രീതിയിൽ ആ മെസ്സേജ് ഷോർട്ട് ആക്കിയിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യും ഫോൺ. അതെനിക്ക് ഫോണില്ല. അപ്പൊ ഞങ്ങളുടെ വീട്ടിന്റെ താമസിക്കുന്ന ഓണറിന്റെ വൈഫ് ഒരു പഴയ ഫോൺ, ഒരു സാംസങ്ങിന്റെ ഒരു ചെറിയ ഫോൺ എനിക്ക് തന്നു. അപ്പൊ ഈ ഫോണിനകത്ത് ഞാൻ എടുത്തിട്ട് ഈ വോയിസ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റബ്ബർ തോട്ടത്തിന് നടുക്കാൻ ഞങ്ങൾ താമസിക്കുക. അപ്പൊ ഒരു പക്ഷിയുടെ ഒച്ച കേൾക്കാൻ പറ്റത്തില്ല, പൂച്ച കരയുന്നു, കാരണം അന്നേരം വോയിസ് പെട്ടെന്ന് വരും. വീട്ടിലെല്ലാവരും ഉറങ്ങിയിട്ട് കുഞ്ഞുങ്ങളും ഉറങ്ങി, ഒരു ചുമ പോലും കേൾക്കാത്ത രീതിയിൽ വന്നിട്ട് ഈ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ ആ ദേവദാസന് അയച്ചു കൊടുക്കും. അദ്ദേഹം അത് എഡിറ്റ് ചെയ്ത് അങ്ങനെ 2 വർഷക്കാലം കോവിഡ് കാലത്ത് എന്റെ വോയിസ് മെസ്സേജ് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ജീവമന്ന എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വരാൻ തുടങ്ങി. ആ ഒരു മെസ്സേജ് എന്നെ സംബന്ധിച്ച് ഒത്തിരി അനുഗ്രഹം, കാരണം ഒത്തിരി പേരെ വിളിക്കാൻ തുടങ്ങി. അപ്പൊ എന്നോടൊരു ദൈവാലോചന ഉണ്ടായിരുന്നു, നീ വീട്ടിൽ ഇരുന്ന് വചനം പറയുമ്പോൾ ലോകരാജ്യങ്ങളിൽ വിവിധ സ്ഥലങ്ങളിലേക്ക് ആ വോയിസ് എത്തും, പലരും ആ വചനം, അപ്പൊ എനിക്കറിയില്ല സാധ്യത എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ദൈവം അതിനകത്ത് അത്ഭുതം പ്രവർത്തിച്ചു. പലരും ഈ വോയിസ് മെസ്സേജ് കേൾക്കാൻ തുടങ്ങി, എന്നെ വിളിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരുന്ന സമയത്ത് എനിക്ക് സനം എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്, ക്രിസ്ത്യൻ ചാനലാ. അവരെനിക്ക് കോവിഡ് കാലത്ത് ഒരു സഹോദരി എന്ന നിലയിൽ കർത്താവിന്റെ വചനങ്ങൾ ശുശ്രൂഷ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു അവാർഡൊക്കെ അവരോട് പാമ്പാടി, ഞാൻ പറഞ്ഞതിന്റെ ഒരു അവാർഡ് തന്നു എന്നുള്ളൊരു പ്രകല്പം. നമ്മൾ എവിടെ കിടന്നതാ, ഞാൻ പറഞ്ഞ ദൈവം നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുക്കി എടുക്കുന്ന വിധങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ ഒരുക്കി മിനുക്കി എടുത്ത് ഓരോ മേഖലയിലേക്കും കൊണ്ടുപോകും. അങ്ങനെ അത് കൊണ്ടുവന്നു. ആ മെസ്സേജ് പിന്നെ ഞാൻ ഫേസ്ബുക്കിൽ ലൈവ് ചെയ്യാൻ തുടങ്ങി, യൂട്യൂബിൽ മെസ്സേജുകൾ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ കൊണ്ടുവന്നു. പിന്നെ ആ ഘട്ടം കഴിഞ്ഞ് മക്കൾ പഠിക്കാൻ തുടങ്ങി. മോൻ +2 കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞ ഒന്നുമില്ലാത്തൊരു ശൂന്യതയിലാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഞാൻ കർത്താവ് എന്ത് ചെയ്യും, മക്കളെ എങ്ങനെ പഠിപ്പിക്കും? പക്ഷെ മോൻ ഇന്ന് ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 4ാം വർഷം മംഗള എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുകയാണ്. മോള് നേഴ്സിംഗ് കോളേജിൽ പഠിക്കുന്നു, ഇവിടെ ജോസ്കോ പന്തളത്ത് ഫസ്റ്റ് ഇയർ നേഴ്സിംഗിന് പഠിക്കുന്നു. ഇളയ മോൾ +1 പഠിക്കുക. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞതിന്റെ കാര്യം, ഒന്നുമില്ലാതെ ശൂന്യതയിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഇറങ്ങി എന്ന് പറഞ്ഞ് ഞാൻ ഹാഗറിന്റെ കാര്യം ഓർക്കും, എടുത്തെറിയപ്പെടുക. ഇന്നലെ വരെ അബ്രഹാമിന്റെ വീട്ടിൽ സകല ഫെസിലിറ്റീസും എല്ലാം ഉണ്ടായിരുന്നു. മരുഭൂമിയുടെ ഏകാന്തതയിലേക്ക് കൊണ്ടിടുക, ആരുമില്ല, ഒന്നുമില്ല, ഒരു സാധ്യതയില്ല. പക്ഷെ ബാലന്റെ നില അവിടെ വെച്ച് പറയുന്നുണ്ട്, വെള്ളം തീർന്നപ്പോൾ എനിക്ക് ബാലന്റെ മരണം കാണുന്നവരെ ഹാഗർ നിലവിളിക്കുക. അപ്പൊ ഞാനത് ഇപ്പൊ ഉറച്ച് വിശ്വസിക്കുക, നമ്മളെ കുറിച്ച് മാത്രമല്ല ദൈവത്തിന് വാഗ്ദത്തത്തോടെ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചും ഉണ്ട്. നമ്മൾ നിലവിളിക്കാൻ തയ്യാറാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം ഉറവ് തുറക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് പറഞ്ഞത് അങ്ങനെ, ഈ ഹാഗർ കരഞ്ഞ ഇടത്ത് തന്നെ ദൈവം ഒരു നീരുറവ് ക്ക് വേണ്ടി ഒരുക്കിയെന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയാൻ തയ്യാറാണെങ്കിൽ, എനിക്ക് ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കൊരു പഠിപ്പിക്കണം, അത് ഞാൻ എപ്പോഴും ഞാൻ പഠിച്ചിട്ട് എനിക്കൊന്നും പൂർണ്ണതയിലെത്താൻ കഴിഞ്ഞു. അപ്പൊ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, കുഞ്ഞുങ്ങളെ എനിക്ക് പഠിപ്പിക്കണം. പക്ഷെ ഒരു സാധ്യതകളും ഇല്ല. എന്നാൽ ദൈവം വഴികളെ ഓരോന്നായിട്ട് എന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. മൂത്ത കുഞ്ഞിന് ഞാൻ ലോണിന് നടന്നിട്ട് ഒന്നും കിട്ടിയില്ല. പക്ഷെ ദൈവം എനിക്ക് വഴികളെ തുറന്നു. അവൻ 4ാം വർഷം ഇപ്പൊ അവിടെ പഠിക്കുക.
അങ്ങനെ ആ സമയത്ത് ഞാൻ ബൈബിൾ കോളേജിൽ പിന്നെയും ചേർന്നു. അപ്പൊ എനിക്ക് ഒരു വിഷൻ ഉണ്ടായിരുന്നു സിസ്റ്റർ. ഞാൻ എപ്പോഴും ആലോചിക്കും ഈ കഷ്ടത അനുഭവിക്കുന്ന സഹോദരിമാര്, കാരണം ഒത്തിരി അനുഭവിച്ചു ഞാൻ ഒത്തിരി പേര് ആഗ്രഹിച്ചിട്ടുണ്ട് ഏതെങ്കിലും ദേവാസം വരുന്നു അപ്പൊ അന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, നമ്മളെ ഇന്ന് കണ്ടിരുന്നെങ്കിൽ എന്നൊക്കെ ഒത്തിരി ആഗ്രഹിച്ച സമയമുണ്ടായിരുന്നു. പക്ഷെ പലരും നമ്മെ ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഒരു പ്രാർത്ഥന ഏതാ, സഹോദരിമാർ എവിടെയെങ്കിലും കഷ്ടത അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരിലേക്ക് എന്നെ എത്തിക്കണം കർത്താവെ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചപ്പോഴത്തേനുമാണ് ഒരു തീരുമാനം എങ്ങനെ എടുത്തു, പരസ്യയോഗത്തിന് സുവിശേഷം പറയണം. സുവിശേഷം പറഞ്ഞ എന്റെ വലിയ ലക്ഷ്യമാണ്. അപ്പൊ ഇതിന് ഞാൻ അങ്ങനെ പെട്ടെന്ന് തീരുമാനം എടുത്തു. ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി, എന്റെ കൂടെ ഒരു 5-6 സഹോദരിമാര് ബൈബിൾ കോളേജ് ചേർന്നു. പെട്ടെന്ന് തന്നെയാണ് ദൈവം അതിനെല്ലാം ക്രമീകരണം ചെയ്യുന്നത്. അപ്പൊ എന്റെ ഈ മെസ്സേജ് ചെയ്ത ദൈവാസം പെട്ടെന്ന് വേറെ ആരുമായിട്ട് കണക്ട് ചെയ്ത് എനിക്കൊരു ബോക്സ്, ചെറിയൊരു ബോക്സ് മേടിച്ചു തന്നു, സിസ്റ്റം മേടിച്ചു തന്നു. അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് പ്രോഗ്രാം ട്രിവാൻഡ്രത്ത് വെള്ളറട മലയും കീഴും അങ്ങനെ ആ ഭാഗത്ത് പരസ്യയോഗം ചെയ്തു. ആദ്യമായിട്ട് ഞങ്ങൾ ടൗൺ ബേസ് ചെയ്ത് എന്റെ കൂടെ ഒരു 3-4 സഹോദരിമാരുണ്ട്. ഈ ബോക്സുമായിട്ട് ഞങ്ങൾ അതിലെല്ലാം നടന്ന് പരസ്യയോഗം പ്രസംഗിച്ചു. വിവിധ ഉൾപ്രദേശങ്ങളിലൂടെ എല്ലാം കർത്താവിന്റെ വചനം എന്റെ ഈ സഹോദരിമാരും കൂടെ ചേർന്ന്, അപ്പൊ അങ്ങനെ ആ ടീമുമായിട്ട് ചേർന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ മാത്രമേ ഞാൻ പോകാത്തുള്ളൂ. വിവിധ സ്ഥലങ്ങളിൽ സുവിശേഷം പറയാനായിട്ട്, കർത്താവിന്റെ വചനം മാറ്റമില്ലാതെ പറയാനായിട്ട് ദൈവം എനിക്ക് കൃപ ചെയ്തു. അപ്പൊ എനിക്ക് ഒത്തിരി സഹായിച്ച ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്, എന്റെ ദൈവാസന്മാര്, എന്റെ പ്രിയപ്പെട്ടവര്. അതിനുവേണ്ടി സഹായിച്ച ആ ബോക്സ് മേടിക്കാനും മറ്റു കാര്യത്തിനൊക്കെ സഹായിച്ച പ്രിയപ്പെട്ടവരുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഒരു ടീം പ്രവർത്തനം, അതിന്റെ ഡയറക്ടർ ജോയ്പ്രകാശ് പാസ്റ്ററാണ്, ഗോസ്പൽ മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ പാസ്റ്റർ തന്നെ ഇടപെട്ട് പാസ്റ്റർ ദൈവം ഒരു ദർശനം കൊടുത്തു, ഒരു ടീം പ്രവർത്തനം. അപ്പൊ കേരളത്തിലെ പ്രവർത്തനം, അദ്ദേഹം ഇവിടെ ഇല്ല, അപ്പൊ കേരളത്തിലെ പ്രവർത്തനം സുവിശേഷ വേലയ്ക്ക് നമ്മളെയും കൂടെ ഭാഗമൊക്കെ ആക്കിയോണ്ട് പാസ്റ്റർ ഉൾപ്പെടെ ഞങ്ങളൊരു ടീം പ്രവർത്തനം അങ്ങനെ തുടങ്ങി. അപ്പൊ അത് ഞങ്ങൾ മുറ്റത്ത് കൺവെൻഷനുകള്, പരസ്യങ്ങള്, ഞങ്ങളുടെ സഹോദരിമാരെ കൂടാതെ തന്നെ സെപ്പറേറ്റ് ടീം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ വിവിധ സ്ഥലങ്ങളിൽ മുറ്റത്ത് കൺവെൻഷനുകൾ ഞങ്ങൾ ചെയ്തു. അതിനകത്ത് മെസ്സേജ് കൊടുക്കാൻ പറ്റി. ഞങ്ങളുടെ കൂടെ ഒരു ടീമുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞ ആവോളം കർത്താവിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെ സുവിശേഷ വേലയോട് സുവിശേഷം പറയാൻ പറ്റുമോ. ഞാൻ ആ സുവിശേഷ വേലയായിട്ട് പോയപ്പോ, പരസ്യയോഗമായിട്ട് പോയപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന സഹോദരിമാർ ഇറങ്ങണം. അങ്ങനെ പോകുമ്പോഴാണ് ഞങ്ങൾ നടന്ന്, ഞാൻ ഓർക്കുന്നുണ്ട് കളിയിക്കാവളേന്ന് ഞങ്ങൾ നടന്ന് പാറശാല, അമരവിള, കാരക്കോണം, നെയ്യാറ്റിൻകരയെ കൂടെ ഒക്കെ നടന്ന് പരസ്യയോഗം ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേര് വേദന അനുഭവിക്കുന്ന അനേകര് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. കഷ്ടത അനുഭവിക്കുന്നവരെ കാണാൻ പറ്റിയിട്ടുണ്ട്. അവരോട് സുവിശേഷം പറയാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞതിന്റെ കാര്യം ഇപ്പൊ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തിനാണ് ദൈവം ഞങ്ങളെ പ്രശ്നത്തിൽ കൊണ്ടിട്ടത്? എന്റെ ഹസ്ബൻഡിന് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കർത്താവിന്റെ വേല ചെയ്യുന്നു. അദ്ദേഹത്തിന് വിവിധ ശുശ്രൂഷകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. ഒത്തിരി അധികാര ശുശ്രൂഷകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് സുവിശേഷം പറയുന്നു, ശുശ്രൂഷകൾ ചെയ്യുന്നു. ഇപ്പോഴും ഞങ്ങൾക്ക് ആ ഓട്ടോയുണ്ട്. അദ്ദേഹം ഓട്ടോയിൽ, ഞങ്ങൾക്ക് ആ ഓട്ടോയും കൊണ്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് തന്നെയാണ് ഇന്ന് ഞങ്ങൾ സുവിശേഷ വേല, മുറ്റത്ത് കൺവെൻഷനുകൾ, കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നാൽ കർത്താവ് ഞങ്ങൾ ഇതിനെല്ലാം നടത്തുന്നത്. ഞാൻ ഓർക്കും എന്തിനാണ് ദൈവം ഈ പ്രശ്നത്തിലൂടെ കൊണ്ടുവന്നത്, എന്തിനാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ കൊണ്ടിട്ടത്. ഞാൻ ഇത് കേൾക്കുന്ന പ്രേക്ഷകരോട് ഞാൻ പറയാം, പ്രശ്നങ്ങൾ വരുമ്പോൾ നാം തളർന്നു പോകരുത്. ദൈവത്തിന്റെ ഒരു ഹിതം നമ്മളിലുണ്ട്, നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മളെ പണിതെടുക്കാന്, ദൈവത്തിന് ആയുധമായിട്ട് ഉപയോഗിക്കാൻ, ദൈവത്തിന് ഉപയോഗിക്കാനുള്ള ഒരു ആയുധമാക്കാന് നമ്മളെ വേദനയിലൂടെ, ശോധനയിലൂടെ എല്ലാം ദൈവം കടത്തി വരുന്നത്. അവിടെ നാം തളർന്നു പോവുകയല്ല, ദൈവത്തിന് ഉപയോഗിക്കാൻ നിന്ന് കൊടുക്കണം. ദൈവം എന്താണ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, വിവിധ സ്ഥലങ്ങളിൽ സുവിശേഷത്തിന്റെ വക്താവായി നിൽക്കാനും, കർത്താവിന് വേണ്ടി സംസാരിക്കാനും, വചനം സംസാരിക്കാനും ഒക്കെ ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്തു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞാൻ പറഞ്ഞതിന്റെ കാര്യം, ഒരു കാലത്ത് ഞങ്ങൾ ആത്മഹത്യ ചെയ്തിരുന്ന, കുഞ്ഞുങ്ങളെ കൊല്ലണമെന്ന് ചിന്തിച്ചിരുന്ന, ഞങ്ങൾ കുടുംബമായിട്ട് തീരുന്ന. പക്ഷെ ഇന്ന് സുവിശേഷ വേലയിൽ എന്നോടൊപ്പം തന്നെ എന്റെ കുഞ്ഞുങ്ങളും എന്റെ പ്രിയപ്പെട്ടവരും, ഞങ്ങളൊരു പരസ്യയോഗത്തിന് പോയ എന്റെ കുഞ്ഞുങ്ങളാണ് ഡ്രമ്മ് വായിക്കുകയും പാട്ട് പാടുകയും ഒക്കെ ചെയ്യണമെങ്കിൽ എന്റെ കുഞ്ഞുങ്ങളാണ് ചെയ്യുന്നത്. അപ്പം തകർക്കുവാനായിരുന്നു പിശാചിന്റെ പദ്ധതിയെങ്കിൽ ദൈവം, അതാ പറഞ്ഞത്, ജീവൻ നൽകുന്ന, സമൃദ്ധിയായി ജീവൻ നൽകുന്ന ഒരു ദൈവമുണ്ട്. ഞങ്ങൾ ഇന്ന് കുടുംബമായി തന്നെ സുവിശേഷ വേലയിലായിരിക്കും. എന്റെ കുഞ്ഞുങ്ങൾ അല്ലെ പഠിക്കുന്നതാണ്, അല്ലെ അവർക്ക് ഒരു നാണമോ അങ്ങനെ ഒരു ഒന്നുമില്ല പബ്ലിക് മീറ്റിങ്ങിലേക്ക് വരുന്നതിന്. ഞങ്ങളുടെ ഒപ്പം തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇത്രയും നേരം എന്റെ ടെസ്റ്റിമണി നിങ്ങളോട് പറയാൻ ഇടയായി തീർന്നു. ആരെങ്കിലും ഇത് കേൾക്കുന്നവര് ജീവിതത്തിന്റെ ചില പ്രതിസന്ധികളിലൂടെ നമ്മെ കടത്തിവിടുമ്പോൾ ദൈവത്തിന് നമ്മെക്കുറിച്ച് വ്യക്തമായ ഒരു ദേശമുണ്ട്. കഷ്ടതയുടെ ശോധനയിലൂടെയാണ് ദൈവം നമ്മളെ ഉപയോഗിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, മരുഭൂമിയിലാണ് ദൈവശബ്ദം കേൾക്കുന്നത്, ജീവിതത്തിന്റെ ഏകാന്തതയിലാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്, നമ്മളെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും നിരാശപ്പെട്ട് തകർന്നു കിടക്കുന്ന, അല്ലെങ്കിൽ അവഗണന ഏറ്റുകൊണ്ട് വേദനയിൽ കിടക്കുന്നവരുണ്ടെങ്കിൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാനുണ്ട്. നമ്മളെയാണ് കാണുന്നത്.
ഇപ്പോ ദൈവകരങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. എനിക്ക് ഇതുവരെ അവസരം തന്ന ടിവിയോടുള്ള പ്രിയ അതിന്റെ ടീമിനോടുള്ള പ്രിയ ആന്റിയോടൊക്കെ എന്റെ നന്ദിയും സ്നേഹവും വന്ദനം അറിയിക്കുന്നു. ഓർക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ എന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് സുവിശേഷീകരണം തന്നെയാണ്. വിവിധ സ്ഥലങ്ങളിൽ ഇനിയും ഉൾപ്രദേശങ്ങളിൽ എനിക്ക് പോകണം എന്ന് ആഗ്രഹമുണ്ട്. സഹോദരിമാർ കർത്താവിന്റെ വേലയിലേക്ക് വരണം, അവർ സുവിശേഷം പറയണം. സഹോദരിമാർ ഒത്തിരി കഴിവുള്ളവരുണ്ട്, ദൈവം ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷെ ഒതുങ്ങി മറയപ്പെട്ട് വേദനിക്കപ്പെട്ട് കിടക്കുന്ന സഹോദരന്മാർ, അവരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവന്ന് അവരിലൂടെ സുവിശേഷം പറയണമെന്ന് വലിയൊരു ആഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. അവസരം എല്ലാ പ്രിയപ്പെട്ടവരും ഒരിക്കൽ കൂടെ എന്റെ സ്നേഹവും നന്ദിയും വന്ദനം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ, ഞങ്ങളുടെ പൊന്നു പിതാവേ, തിരുകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. ഈ സാക്ഷ്യം അനേകർക്ക് ഒരു ബലമായി തീരണേ, ശക്തിയിരിക്കണമേ അപ്പ. ദൈവവചനവും ദൈവ സാന്നിധ്യവും ഒക്കെയാണ് ഞങ്ങളെ ബലപ്പെടുത്തുന്നത് കർത്താവേ. ശോധനയിലൂടെ, കഷ്ടതയിലൂടെ, വേദനയിലൂടെ മനം തകർന്ന് നിരാശപ്പെട്ട് ജീവിതം മടുത്തു എന്ന് പറയുന്ന ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അപ്പ. ദൈവ സാന്നിധ്യം കർത്താവ് എവിടെ മേൽ ഉണ്ടായിരിക്കണമേ. ദൈവമേ, അവഗണിക്കപ്പെട്ടവരെ സ്നേഹിച്ച ദൈവം കർത്താവെ, ബദ്ധന്മാർക്ക് വിടുതലുണ്ടെന്ന് പറഞ്ഞ കർത്താവിന്റെ സ്നേഹം ദൈവമേ, ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും അവരിലേക്ക് ആ ദൈവ സ്നേഹം എത്തണമേ. തകർന്ന കുടുംബങ്ങളെ പണിതെടുത്ത ദൈവം അപ്പ, തകർന്ന ജീവിതങ്ങളെ പണിതെടുത്ത ദൈവം, ദൈവത്തിന്റെ സ്നേഹം ആ കുടുംബങ്ങളെ മറ്റു പ്രിയപ്പെട്ടവരെ ഒക്കെ ചേർത്ത് കൊള്ളേണ്ടവരെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആശ്വസിപ്പിക്കണമേ, ബലപ്പെടുത്തണമേ, ധൈര്യപ്പെടുത്തണമേ. ദൈവരാജ്യത്തിന്റെ കെട്ടുമണിക്കായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ വീണ്ടും എല്ലാവരും ഉപയോഗിക്കേണ്ടതിനെ ഞങ്ങൾ ഒരിക്കൽ കൂടെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നപ്പ. പ്രാർത്ഥന കേട്ടനെ സ്തോത്രം. യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ തന്നെ പൊന്നു പിതാവേ.